ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു എല്ലാവർക്കും. എല്ലാവരും അല്ലെങ്കിൽ തന്നെ കുടുംബത്തിലിരിക്കുകയാണ് എങ്കിലും ഇന്ന് എവിടെയും പോകേണ്ട കാര്യം ഇല്ല. എല്ലാവരും സുഖമായി കുടുംബസമേതം സന്തോഷമായിട്ട് പരസ്പരം സ്നേഹം പങ്കിട്ട് കഴിയുക. ഇപ്പം നമ്മുടെ ശങ്കര സ്തോത്ര തരംഗിണി പരമ്പരയിലെ 102-ാം ദിവസമായി ഇന്ന് പ്രാർത്ഥനാ ഷഡ്പദി സ്തോത്രം തുടരുകയാണ് നമ്മൾ. ഇന്നലെ വരെ 8 ക്ലാസ്സുകളായി. ഇന്ന് നമുക്ക് 9ാമത്തെ ക്ലാസ്സാണ്. 3 ശ്ലോകങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും 4 ശ്ലോകങ്ങൾ ഉണ്ട്. നമുക്ക് തുടരാം. ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. ഓം അവിനയമപനയ വിഷ്ണോ ദമയ മനഃ ശമയ വിഷയ മൃഗതൃഷ്ണാം ഭൂതദയാം വിസ്താരയ താരയ സംസാരസാഗരതഃ. ദിവ്യധുനീഃ മകരന്ദേ പരിമള പരിഭോഗ സച്ചിദാനന്ദേ ശ്രീപദി പദാരവിന്ദേ ഭവഭയഖേദച്ഛിദേ വന്ദേ. സത്യവിഭേദാപഗമേ ആദതവാഹം നമാമഗീനസ്ത്വം സാമുദ്രോ ഹി തരംഗഃ ക്വചന സമുദ്രോ ന താരംഗഃ. ഉദ്ധൃതനഗ നഗഭിദനുജ ധനുജ കുലാമിത്ര മിത്ര ശശി ദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതി തിരസ്കാരഃ. മത്സ്യാദിഭിരവതാരൈഃ അവതാരവതാവതാ സദാ വസുധാ പരമേശ്വര പരിപാല്യോ ഭവതാ ഭവതാപഭീതോഹം. ദാമോദര ഗുണമന്ദിര സുന്ദര വദനാരവിന്ദ ഗോവിന്ദ ഭവജലധി മദന മന്ദര പരമം ദരം അപനയത്വം മേ.
നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷട്പദി മദീയേ വദന സരോജേ സദാ വസതു. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷട്പദി മദീയേ വദന സരോജേ സദാ വസതു. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം പ്രാർത്ഥനാ ഷട്പദി സ്തോത്രം സമ്പൂർണം. ഹരി ഓം. വൈകി വന്നവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. പ്രാർത്ഥനാ ഷട്പദി എത്ര ഗംഭീരമാണെന്ന് നമ്മൾ ഈ കഴിഞ്ഞ 8 ദിവസം കൊണ്ട് 3 ശ്ലോകങ്ങൾ, ചെറിയ ശ്ലോകങ്ങളാണ് പറയാം, എന്നിട്ടും ആ 3 ശ്ലോകങ്ങൾ ഒരുവിധം ഗ്രഹിക്കാൻ ഈ പറഞ്ഞ 8 ദിവസങ്ങൾ എടുത്തു. ഇനിയും വേണമെങ്കിൽ അത് എത്ര വേണമെങ്കിൽ വിസ്തരിക്കാം. അങ്ങനെയുള്ള ഉപനിഷത്ത് സാരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇനി നമുക്ക് എന്തായാലും അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ നമ്മൾ നീങ്ങുകയുണ്ടാവില്ല. അപ്പം 4-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഉദ്ധൃത നഗഭിധനുജ ധനുജകുലാമിത്ര മിത്ര ശശി ദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതിരസ്കാരഃ. ഭഗവാനെ, ശ്രേഷ്ഠങ്ങളായ ഭഗവാന്റെ പേരുകൾ പറഞ്ഞ് ഭഗവാൻ ചെയ്തതായിട്ടുള്ള അത്ഭുതങ്ങളായിട്ടുള്ള ലീലകളോട് ചേർത്തുള്ള പേരുകൾ, ആ വിശേഷണങ്ങളെ കൊണ്ട് ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ട്, അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, എല്ലാറ്റിനും പ്രഭുവായ ശക്തനായ അങ്ങയെ കണ്ടുകഴിഞ്ഞാൽ, അങ്ങ് ആരാണ് വാസ്തവത്തിൽ? എല്ലാവരെയും എല്ലാവരുടെ ദുഃഖങ്ങളിൽ നിന്നും മോചനം ചെയ്യുന്നവനാണ്. അപ്പം അങ്ങനെയുള്ള അങ്ങയെ കണ്ടുകഴിഞ്ഞാൽ എന്തിൻ്റെ ദുഃഖമാണ് ഇനി ബാക്കിയുണ്ടാവുക? സംസാരം തന്നെ അപ്രത്യക്ഷമാവും, യാതൊരു സംശയവുമില്ല എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അതാണ് ഈ ശ്ലോകത്തിലെ ആശയം. അപ്പം ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംസാരത്തിന് നിൽക്കാൻ പറ്റില്ല. പ്രഭവതി ഭവതി ദൃഷ്ടേ ഭവതിരസ്കാരഃ കിം ന ഭവതി. ഇതാണ് അവസാനത്തെ ആ 2 വരികളെ അന്വയിച്ചാൽ കിട്ടുക. പ്രഭവതി ഭവതി ദൃഷ്ടേ. പ്രഭവതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭവതി എന്ന് പറയുന്നുണ്ട്. അവിടെ ഭവതി എന്നുള്ളത് ഭവാൻ എന്നുള്ള ശബ്ദത്തിന്റെ സപ്തമി ഏകവചനമാണ്. ഭവതി എന്ന് പറഞ്ഞാൽ ഭവാനിൽ എന്നാണ്. അവിടെ സതി സപ്തമി എന്നൊരു പ്രയോഗം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലും കണ്ടു. സത്യഭി ഭേദാപകമേ. അവിടെ സതി അഭി ഭേദാപകമേ, ഭേദാപകമേ സതി അഭി. ഭേദാപകമം വാസ്തവമാണെങ്കിലും ഉണ്ടെങ്കിലും ഭേദാഗമം ഇരിക്കേ, ഭേദമില്ലാതിരിക്കേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സതി സപ്തമി എന്നുള്ള പ്രയോഗമാണ് അവിടെ ചെയ്തത്. സതി സപ്തമി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന കാലത്തിങ്കൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഭാഷയാണ്. അങ്ങനെ ഇരിക്കേ, അറ്റ് ദ സെയിം ടൈം, ഇൻ ദ മീൻ വൈൽ എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണ് ഈ സതി സപ്തമി എന്നുള്ളത്. അപ്പം അതാണ് ഭവതി ദൃഷ്ടേ, ഭവാനെ കണ്ടിരിക്കേ. അവിടെ ദൃഷ്ടേ എന്നുള്ളതും ദൃഷ്ട എന്നുള്ള പുല്ലിംഗ ശബ്ദമാക്കിയിട്ട് അതിൻ്റെ സപ്തമിയായിട്ടാണ് ദൃഷ്ടേ എന്ന്. ഇപ്പൊ ഭവതി ദൃഷ്ടേ എന്ന് പറയുമ്പോൾ ഭവാൻ ദൃഷ്ടനായിരിക്കുമ്പോൾ, ദർശിക്കപ്പെട്ടിരിക്കുമ്പോൾ, വെൻ യു ആർ സീൻ ബൈ സംബഡി എന്നർത്ഥം. എങ്ങനെയുള്ള ഭവാൻ? അതാണ് പ്രഭവതി എന്നുള്ളത് അവിടെ ഭഗവാന്റെ വിശേഷണമാണ്. പ്രഭവതി ഭവതി ദൃഷ്ടേ സതി. പ്രഭവതി ഭവതി, അവിടെ പ്രഭവാൻ എന്നുള്ള ശബ്ദത്തിന്റെ സപ്തമിയാണ് പ്രഭവതി. പ്രഭവാൻ എന്ന് പറഞ്ഞാലോ എന്തിനും പ്രഭാവമുള്ളവൻ, എന്തിനും ശക്തനായിരിക്കുന്നവൻ, ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്നവൻ,
അങ്ങനെയുള്ള പ്രഭുവായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഭഗവാനെ ദർശിച്ചിരിക്കെ ഭവതിരസ്കാര ഭവതി ന കിം. ഭവതിരസ്കാര, ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, സംസാരമാകുന്ന ആ ദുഃഖങ്ങൾ, ആ സമുദ്രം തന്നെ വേണമെങ്കിൽ പറയാം, സംസാര സാഗരം. തിരസ്കാര ഭവതി ന കിം, തിരസ്കാരം ഭവിക്കുകയില്ലേ. അപ്പൊ സംസാരത്തിന്റെ തിരസ്കാരം ഭവിക്കുകയില്ലേ എന്നാണ് ചോദ്യം. അപ്പൊ തിരസ്കാരം എന്ന് പറഞ്ഞാല് മറഞ്ഞുപോക്ക്, തിരയിലേക്ക് മറഞ്ഞുപോക്കാണ് തിരസ്കാരം. തിര എന്ന് പറഞ്ഞാല് മറ, കർട്ടൻ എന്ന് നമ്മൾ പറയാറില്ലേ, അതിന് തിരശ്ശീല എന്ന് പറയില്ലേ. അപ്പൊ തിരശ്ശീലയുടെ പുറകിലേക്ക് പോക്കാണ് തിരസ്കാരം. തിരോഭാവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തിരോഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അദൃശ്യമാവുക എന്നാണ് അർത്ഥം. തിരശ്ശീലയുടെ പുറകിലേക്ക് പോകുക, അൺസീൻ ആവുക, അൺമാനിഫെസ്റ്റ് ആവുക എന്നൊക്കെ അർത്ഥമാണ് തിരോഭാവം, തിരസ്കാരം എന്നുള്ള വാക്കുകൾക്ക് അർത്ഥം. തിരക്ക് പുറകിലേക്ക് പോവുക എന്ന അക്ഷരാർത്ഥമാണെങ്കിലും കാണാതെ ആവുക എന്നർത്ഥം. അപ്പൊ സംസാര ദുഃഖങ്ങൾക്ക് തിരസ്കാര ഭവതി ന കിം, ഭവിക്കാതിരിക്കുമോ എന്നൊരു കൈമുതിക ന്യായേന ചോദിക്കണം. അപ്പൊ എന്താ കൈമുതിക ന്യായം ചോദിക്കാൻ കാരണം വെച്ചാൽ, മുമ്പിൽ പറഞ്ഞതായിട്ടുള്ള ഭഗവാന്റെ നാമങ്ങൾ തന്നെയാണ് അതിൻ്റെ സംബന്ധം. മുമ്പിൽ പറഞ്ഞ നാമങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം ഹൗ മൈറ്റി ഹി ഈസ്, എത്ര ശക്തനാണ് ഭഗവാൻ, എന്തെന്നൊക്കെ ആരെയൊക്കെ എങ്ങനെയൊക്കെ ഉദ്ധരിക്കാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ പിന്നെ നമ്മളെ ഓരോ വ്യക്തികളെ നിസ്സാരമായിട്ടുള്ള സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റാൻ ഭഗവാന് വല്ല പ്രയാസോ എന്ന് പറയാൻ വേണ്ടി ഭഗവാന്റെ അതിവിശിഷ്ടങ്ങളായിട്ടുള്ള അത്ഭുത ലീലകളെ പ്രദർശിപ്പിച്ച ഭഗവാന്റെ നാമങ്ങളെ പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാ നാമങ്ങൾ നോക്കൂ. ഉദ്ധൃത നഗ, നഗബിധനുജ, ധനുജ കുലാമിത്ര, മിത്ര ശശിദൃഷ്ടേ. 4 സംബോധനയാണ് ചെയ്തത്. ഉദ്ധൃത നഗ, നഗബി ധനുജ, ധനുജ കുലാമിത്ര, മിത്ര ശശിദൃഷ്ടേ. 4 ഭഗവാന്റെ നാമങ്ങളെ സംബോധന ചെയ്തു. ആ 4 നാമങ്ങൾ ഒന്നൊന്നര നാമങ്ങളാണ്. ഒരു നാമത്തെ ഒരു നാമമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങളെ ആചാര്യ ഭഗവത്പാദരങ്ങൾ ഒതുക്കി, വലിയ വലിയ കഥകളെ ഒരു നാമത്തിൽ ഒതുക്കി കളഞ്ഞു. ഭഗവാന്റെ അത്ഭുത ലീലകളെ ഒരു നാമത്തിൽ ഒതുക്കി എന്ന് പറയാം. അപ്പോൾ അതിനേക്കാൾ ഇവിടുത്തെ ആ കാവ്യത്തിന്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ അതിലേക്ക്, അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. ആ വാക്കുകളുടെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ കഥകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കാവ്യത്തിന്റെ ഒരു മനോഹാരിത അത് നമ്മൾ മറന്നുപോകും. ഇവിടെ നോക്കൂ, ഉദ്ധൃത നഗ എന്ന് ഭഗവാനെ സംബോധന ചെയ്തിട്ട് അടുത്ത നാമം ആരംഭിക്കുന്നത് അവസാനത്തെ നഗ എന്നുള്ള ശബ്ദം കൊണ്ട് തന്നെയാണ്. നമ്മൾ എന്താ കുട്ടികൾ കളിക്കില്ലേ, ഈ എന്താ അതിന് പറയുക, സിനിമാ പാട്ടുകളും മറ്റൊക്കെ പാടിക്കൊണ്ട് കളിയുണ്ട്. നമ്മൾ പഴയ അക്ഷര ശ്ലോകം എന്ന് പറയുന്ന ആ പരിപാടി പോലെ ഇതിന് ഈ പരിപാടിക്ക് പേര് പറയുക മുക്തപാദഗ്രസ്ത അലങ്കാരം എന്നാണ്. മുക്തപാദഗ്രസ്തം, കഴിഞ്ഞ വരിയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ വാക്കിന്റെ ഒരു പാദം പിടിച്ചുകൊണ്ട് അടുത്ത പാദം ആരംഭിക്കുക. ഒരു കാല് വിട്ടിട്ട് അടുത്ത കാലിലേക്ക് പിടിക്കുക, അല്ലേ? ഒരാളുടെ കാല് പിടിച്ചിട്ട് പിന്നെ അടുത്ത കാല് പിടിച്ചിട്ട് അടുത്തടുത്ത് അങ്ങനെ കടന്നു പോകുക. അപ്പൊ നോക്കൂ, അതിലും ഒരു സംസാര സാഗര തരണം പോലെ ഉണ്ട്. നമ്മളെ ഒരു പരസ്പര ബന്ധമില്ലാത്ത വാക്കുകളുടെ ഇടയിൽ ഒരു ശൂന്യതയിലേക്ക് തള്ളിവിടുന്നില്ല എന്നർത്ഥം. അന്താക്ഷരി, അന്താക്ഷരി പറഞ്ഞ് കുട്ടികൾ കളിക്കുന്ന അവിടെ ഒരാൾ എഴുതി വിട്ടിട്ടുണ്ട്. ആ അന്താക്ഷരി കളി പോലെ ഇവിടെ എന്താ അതിന്റെ മനോഹാരിത എന്ന് പറഞ്ഞാല്, ഒരു നാമം കഴിഞ്ഞ് അടുത്ത നാമം ആരംഭിക്കുന്നത് ഈ നാമത്തിന്റെ അവസാനത്തെ 2 അക്ഷരം കൊണ്ടാണ്. അപ്പൊ അതിലൂടെ ഒരു ബ്രിഡ്ജിങ് നടത്തുകയാണ്. അപ്പൊ ഒരു സമുദ്രത്തെ തരണം ചെയ്യാനുള്ള ഒരു പാലം ഇടുന്നത് പോലെ ഭഗവാന്റെ നാമങ്ങൾ തമ്മിലുള്ള ഒരു കോർത്തിണക്കിയ ഒരു ബ്രിഡ്ജിങ്, അതിനാണ് മുക്തപാദഗ്രസ്തം എന്ന് പറയുന്ന അലങ്കാരമായിട്ട് പറയുക. ഒരു വാക്കിന്റെ പാദത്തെ ഗ്രസിച്ചുകൊണ്ട് അടുത്ത പാദം ആരംഭിക്കുക, എന്നിട്ട് അതിന്റെ അവസാനത്തെ പാദത്തെ പിടിച്ചുകൊണ്ട് അടുത്ത പദം ആരംഭിക്കുക. നോക്കൂ, ഉദ്ധൃത നഗ, അപ്പൊ നഗ ശബ്ദം അവസാനം വന്നു. അത് കഴിഞ്ഞ് നഗബിധനുജ,
എന്ന് വന്നു. അത് കഴിഞ്ഞാൽ ധനുജ എന്നുള്ള അക്ഷരം 3 അക്ഷരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനോട് ധനുജ കുലാമിത്ര എന്ന് 3ാമത്തെ പദം. അത് കഴിഞ്ഞാൽ മിത്ര എന്നാണല്ലോ അവസാനിച്ചത്. അപ്പൊ മിത്ര ശശി ദൃഷ്ടേ. 4 നാമങ്ങളെ പരസ്പരം ദൃഢമായിട്ട് കോർത്തിണക്കി സിമന്റ് ഇട്ടിട്ട് നല്ലൊരു സേതു ബന്ധനം ചെയ്തു, ഒരു പാലം പണിതു. ഈ നാമങ്ങളെ വിളിച്ചാൽ തന്നെ നമുക്ക് അക്കരയ്ക്ക് കടക്കാം. ഏതിന്റെ? സംസാര സാഗരത്തിന്റെ. ഇതുപോലെ ഭാവന ആർക്ക് വരും? ആദിശങ്കര ഭഗവത്പാദർക്ക്. അല്ലാതെ ഈ ഒരു ശ്ലോകത്തിന്റെ ആശയത്തെ അതിന്റെ പദങ്ങളിൽ കൂടെ പോലും അതിന്റെ അലങ്കാരങ്ങളിൽ കൂടെ പോലും പ്രദർശിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ആദിശങ്കര ഭഗവത്പാദർ മഹാകവി തന്നെയാണ്. അത്ഭുതകരമായിട്ടുള്ള കാവ്യങ്ങൾ രചിച്ചിട്ടുള്ളത്. നമ്മള് സൗന്ദര്യ ലഹരിയൊക്കെ കണ്ടു. ആ സൗന്ദര്യ ലഹരിയോട് തുലനം ചെയ്യാൻ ലോകത്തിൽ ഇന്ന് വരെ ഒരു കവിത ഉണ്ടായിട്ടില്ല. കാളിദാസനൊക്കെ ശങ്കരാചാര്യരുടെ പുറകിൽ നിൽക്കണം. നമ്മള് ശങ്കരാചാര്യർ ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞതാണ് കാളിദാസൻ ഒന്നാമൻ എന്ന്. അപ്പൊ നമുക്ക് ശങ്കരാചാര്യർ ജനിച്ചിട്ടില്ല അല്ലേ? അന്ന് ഞാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നീ ഒന്നാമനായി. ആളില്ലാത്തപ്പോൾ പോസ്റ്റിൽ ഗോൾ അടിച്ചു എന്ന് കാളിദാസനെ പോലെ കാളിദാസനോട് നോക്കി ആദിശങ്കര ഭഗവത്പാദർക്ക് പറയാം. കാരണം അന്ന് പറഞ്ഞു കാളിദാസനെ ഒന്നാമനായിട്ടുള്ള കവിയായിട്ട് എണ്ണുമ്പോ അല്ലെ, പുരാ കവീനാം ഗണനാ പ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ അദ്യാപി തത്തുല്യ കവേരഭാവാത് അനാമികാ സാർത്തവതി ബഭൂവ എന്നൊരു ശ്ലോകമുണ്ട്. എന്താ സംഭവം വെച്ചാല്, ഈ വിരലുകൾക്ക് ഓരോ പേരുണ്ട്. നമുക്ക് കൈവിരലുകളുടെ പേരാണ്. ഇതിന്റെ പേര് കനിഷ്ഠിക എന്നാണ്, ഏറ്റവും ഇളയവൾ എന്നാണ്. ചെറിയ വിരല്, ചെറുവിരല് കനിഷ്ഠിക. ഇതിന് പേര് അനാമിക എന്നാണ്. ഈ മോതിര വിരലിന് റിംഗ് ഫിംഗർ അനാമിക. ഇതിന്റെ പേര് മധ്യമ, നടുവിലുള്ളവൾ. ഇതിന്റെ പേര് തർജനി, പേടിപ്പിക്കുന്നവൾ, ഭീഷണിപ്പെടുത്തുന്നവൾ എന്നർത്ഥത്തിലാണ് തർജനി എന്ന്, തർജനം ചെയ്യുന്നവൾ. ഇത് അങ്കുഷ്ടം. ഇതിന് പേര് പെരുവിരലിന് അങ്കുഷ്ടം. അപ്പൊ ഇങ്ങനെ 5 വിരലിന് പേരിട്ടു. അപ്പൊ ഇതിന് എന്തുകൊണ്ട് അനാമിക എന്ന് പേരിട്ടു എന്നാണെങ്കിൽ, പണ്ട് ഒരു പണ്ഡിത സദസ്സിൽ വെച്ചിട്ട് ആളുകള് മഹാകവിമാരുടെ എണ്ണം എടുക്കാൻ തീരുമാനിച്ചു. ആരാണ് പ്രഥമൻ, ആരാണ് രണ്ടാമൻ, 1, 2, 3 സ്ഥാനം കൽപ്പിക്കാൻ വേണ്ടിയിട്ട് കവികളെ കുറിച്ച് എണ്ണുന്നതായിട്ടുള്ള സമയത്ത് കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ എണ്ണി. ഒന്നാമൻ കാളിദാസൻ തന്നെ, രണ്ടാമൻ വേറെ ആരുമില്ല. അല്ല സോറി, സംശയമില്ല, കാളിദാസനോട് മത്സരിക്കാൻ തുല്യനായിട്ട് ആരുമില്ല. ഒന്നാമൻ കാളിദാസൻ. രണ്ടാമൻ ആരാ? രണ്ടാമൻ കവികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ കാളിദാസനോട് താരതമ്യം ചെയ്യുമ്പോൾ അടുത്തവിടെ നിൽക്കാൻ പോരാത്തതുകൊണ്ട് അദ്യാപി തത്തുല്യ കവേരഭാവാത്, ഇന്നും കാളിദാസന് തുല്യനായിട്ടുള്ള ഒരു കവിയുടെ അഭാവം കൊണ്ട് അനാമിക സാർത്തവതി ബഭുവ. ഇതിന് പേര് അനാമിക, പേരില്ലാത്തവൾ. അപ്പൊ ഒന്നിന് കാളിദാസൻ എന്ന് പറഞ്ഞപ്പോ 2ന് ആരുടെ പേരിടും? പേരില്ലാത്തതുകൊണ്ട് അനാമിക എന്ന് ആ പേര് നിലനിന്നു പോയി എന്ന്, അനാമിക എന്ന് പേര് വരാൻ കാരണം പറഞ്ഞു. അപ്പോ ശങ്കരാചാര്യ ജനിച്ചിട്ടില്ല ഈ ശ്ലോകം ഉണ്ടാക്കുമ്പോൾ. ഇപ്പൊ അതിനുശേഷമാണ് ശ്ലോകം ഉണ്ടാക്കിയതെങ്കിൽ ഒന്നാമനായിട്ട് ശങ്കരാചാര്യ എണ്ണീട്ട് വേണം പിന്നെ കാളിദാസനോ ബാക്കിയുള്ള കവികളെയൊക്കെ എണ്ണാനായിക്കൊണ്ട്. ഞാൻ പറയുന്നത് ആദിശങ്കര ഭഗവത്പാദരിലെ കവിത്വത്തെ വേണ്ടത്ര ലോകം മനസ്സിലാക്കിയിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല എന്ന് പറയണം. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ അംഗീകാരമൊന്നും വേണ്ട, എങ്കിലും ചിന്തിക്കുക. അതിന് കാരണങ്ങളുണ്ട്. അതിന് കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. ശങ്കരാചാര്യരെ എങ്ങനെയെങ്കിലും ഒതുക്കണം, അതിന് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. ശങ്കരാചാര്യരെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ, ഹൈലൈറ്റ് ചെയ്താൽ ആ ഫിലോസഫിക്ക് ഭാരതത്തിൽ എന്തെന്നില്ലാത്ത പ്രതിഷ്ഠ കിട്ടും. അദ്വൈതം എന്നുള്ളതായിട്ടുള്ള ആ ഫിലോസഫി ഭാരതത്തിന്റെ ഫിലോസഫിയായിട്ട് പ്രതിഷ്ഠ നേടും. അപ്പൊ ഈ പറഞ്ഞ പല ഇസങ്ങളും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല അല്ലെ. മാർക്സിസവും കമ്മ്യൂണിസവും മറ്റുള്ള ചിന്തകളൊന്നും ഇവിടെ മുളയ്ക്കാതെ പോകും, അടുത്തേക്ക് വരാൻ പറ്റാതെ പോകും. അപ്പൊ എങ്ങനെയെങ്കിലും ഈ മണ്ണിൽ നിന്ന് ആ ശങ്കരാചാര്യരുടെ ചിന്ത തന്നെ അകറ്റണം എന്നുള്ളതായിട്ടുള്ള മനഃപൂർവമായിട്ടുള്ള പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇരിക്കട്ടെ, നമുക്കത് കുത്തിപ്പൊക്കിയെടുക്കാം.
വരും കാലങ്ങളിൽ ശങ്കരാചാര്യരുടെ വൈഭവം ഭാരതം ഉച്ചത്തിൽ ഘോഷിക്കുന്നതായിട്ടൊരവസ്ഥ വരട്ടെ. ലോകം മുഴുവൻ അല്ലെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട്, പോരാ, ഇനിയും മനസ്സിലാക്കണം ലോകം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ അന്ത്യാക്ഷരങ്ങൾ തമ്മിലുള്ള ബന്ധം, മുക്തപാദഗ്രസ്തം എന്നുള്ള അലങ്കാരം. അതാണ് ഉദ്ധൃത നഗ നഗബിധനുജ ധനുജകുലാമിത്ര മിത്ര ശശിദൃഷ്ടേ. 4 പേരുകൾ വിളിച്ചിട്ട് അങ്ങനെയുള്ള പ്രഭുവായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഭവാനെ ദർശിച്ചിരിക്കെ ഭവതിരസ്കാരം സംഭവിക്കാതിരിക്കുമോ? ഭവതിരസ്കാര ഭവതി ന കിം എന്ന് കൈമുദിക ന്യായമാണ്. കിം എന്ന് ചോദിച്ചാൽ കിം ന ഭവതി. കൈമുദിക ന്യായം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വലിയ കാര്യങ്ങളെ പറഞ്ഞിട്ട് ചെറിയ കാര്യം എത്ര നിസ്സാരം എന്ന് പറയാനാണ്. ഇന്ന ആളുകളെ അവൻ മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ചു, പിന്നെയാണോ ഈ കൃമി കീടം പോലെയുള്ള ഒരാളെ എന്ന് പറയില്ലേ നമ്മള്? അതുപോലെ അങ്ങനെ ആ കൈമുദിക ന്യായപ്രകാരം ഇവിടെ പറയുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഭഗവാന്റെ പേരുകൾ നോക്കാം. ഉദ്ധൃത നഗ. ഉദ്ധൃത നഗ. ഇവിടെ നഗം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ പര്യായമാണ്. നഗം, അകം, നഗം രണ്ടും പർവ്വതമാണ്. എന്താണ് ഗം എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നത്, ദാറ്റ് വിച്ച് മൂവ്സ്. ചലിക്കുന്നത് ഗം, ഗമിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അകം എന്നും നഗം എന്നും പറയുന്നത്. നഗച്ഛതി ഇതി നഗം. ഗമിക്കാത്തത് സ്ഥാവരം. അപ്പൊ പർവ്വതം സ്ഥാവരമാണ്. അപ്പൊ ആ പർവ്വതത്തെ പറഞ്ഞിട്ട് അകം, നഗം. അതിനെ ഉദ്ധൃതൻ. ഉദ്ധൃത നഗ എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ച പർവ്വതത്തോടു കൂടിയവനെ. അപ്പൊ പർവ്വതത്തെ ഉദ്ധരിച്ചവനെ എന്നാണ്. അപ്പൊ ഭഗവാൻ വിഷ്ണു പർവ്വതത്തെ ഉദ്ധരിച്ചിട്ടില്ലേ? അല്ലേ? ഭാഗവതത്തിൽ 2 പർവ്വതങ്ങളെ 2 പ്രാവശ്യം ഉദ്ധരിച്ച കഥയുണ്ട് അല്ലേ ഭഗവാൻ? ഏതൊക്കെയാണ്? മന്ദര പർവ്വതം പാലാഴിയിൽ താഴ്ന്നു പോയപ്പോ കൂർമ്മമായി ഉദ്ധരിച്ചു അല്ലേ? അപ്പൊ കൂർമാവതാരത്തെയും ഉദ്ധൃത നഗ എന്ന് വിളിക്കാം. ഇനി ഗോവർദ്ധന പർവ്വതത്തെ 7 വയസ്സുള്ള ബാലനായിരിക്കെ തന്നെ തന്റെ ചെറുവിരൽ കൊണ്ട് പൊക്കി നിന്ന് 7 ദിവസം ആ പർവ്വതത്തെ അനങ്ങാതെ കൊടപോലെ പിടിച്ചു നിർത്തി. എത്ര നിസ്സാരമായിട്ട്. 7 വയസ്സുള്ള ബാലൻ ശ്രീകൃഷ്ണ ഭഗവാൻ. അവിടെയും ഭഗവാന് ഗോവർദ്ധനോദ്ധാരകൻ അല്ലേ? ആ ഗോവർദ്ധനോദ്ധാരകൻ തന്നെയാണ് ഇവിടുത്തെ ഉദ്ധൃത നഗൻ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ വലിയ വലിയ പർവ്വതങ്ങളെ ഉദ്ധരിച്ച ഒരാൾക്ക് നിസ്സാരനായിട്ടുള്ള എന്നെ ഉദ്ധരിക്കാനാണോ പ്രയാസം? ചോദ്യം കൊള്ളാലോ. മന്ദര പർവ്വതത്തെ ഉയർത്തിയ ഒരാൾക്ക് അത് ജഡമായിട്ടുള്ള മഹാപർവ്വതങ്ങള് അകം, അതുപോലെ ഗോവർദ്ധനം എന്നുള്ള ജഡമായിട്ടുള്ള വലിയൊരു പർവ്വതത്തെ ചെറുവിരല് കൊണ്ട് 7 വയസ്സുള്ള ബാലനായിരിക്കുമ്പോൾ അത്ഭുതകരമായി ഉയർത്തി 7 ദിവസം നിർത്തിയ ഒരാൾക്ക് ഈ നിസ്സാരനായിട്ടുള്ള എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ വല്ല പ്രയാസമുണ്ടോ എന്ന് താല്പര്യം. അതുപോലെ ആ ഭഗവാൻ എപ്പോഴാണ് നഖത്തെ ഉദ്ധരിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആ സന്ദർഭങ്ങളൊക്കെ ഒന്ന് ഓർക്കുക അല്ലേ? കൂർമാവതാരം എടുത്തത് എപ്പോഴാണ്? ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ച് അവർക്ക് സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അല്ലെ, ഐശ്വര്യമെല്ലാം നഷ്ടപ്പെട്ട് അസുരന്മാരാൽ പരാജിതരാക്കപ്പെട്ട് അവശരായി ഗതികെട്ട് അലഞ്ഞു തിരിയായിരുന്നവര്. അങ്ങനെ ഗതികെട്ട് അലഞ്ഞു തിരിഞ്ഞിരുന്ന ആ ദേവന്മാര് ബ്രഹ്മദേവനെയും കൂട്ടി പാലാഴിയിൽ ചെന്ന് ക്ഷീരസാഗരത്തിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ച് ഭഗവാൻ പ്രസാദിച്ച് ഭഗവാൻ അവരോട് ഒരു പ്രോജക്റ്റ് കൊടുത്തതാണ്. നിങ്ങൾ ഒരു പണി ചെയ്യൂ, പാലാഴി മദനം ചെയ്യൂ, മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി അസുരന്മാരെയും കൂടി കൂട്ടിക്കോളൂ. നിങ്ങൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കഴിയില്ല, അതുകൊണ്ട് അവരെയും കൂടി കൂട്ടിയിട്ട് ആ പാലാഴി മദനം ചെയ്താൽ അതിൽ നിന്ന് അമൃതം പൊങ്ങി വരും. മറ്റ് നിങ്ങളുടെ നഷ്ടപ്പെട്ട സർവ്വ സൗഭാഗ്യങ്ങളും അതിൽ നിന്ന് പൊങ്ങി വരും. അതോടൊപ്പം തന്നെ അമൃതവും പൊങ്ങി വരും. ആ അമൃതം പൊങ്ങി വരുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ വന്നാലും അതിന് ശണ്ട കൂടിയിട്ട് പ്രോജക്റ്റ് നശിപ്പിച്ച് കളയരുത് അല്ലേ? ആ ലക്ഷ്യം മറക്കരുത് എന്നർത്ഥം. ലക്ഷ്യം അമൃതമാണ്. അതിൻ്റെ ഇടയ്ക്ക് കാമധേനു വരും, കൽപ്പവൃക്ഷം വരും, കൗസ്തുഭം വരും, ലക്ഷ്മി ദേവി വരും,
മദിര എന്ന മദ്യം വരും, ഐരാവതം വരും, ഉച്ചൈസ്രവസ് എന്ന കുതിര വരും, ചന്ദ്രൻ വരും. ഇങ്ങനെ പലതും നഷ്ടപ്പെട്ട പല രത്നങ്ങളും അതിൽ നിന്ന് പൊങ്ങി 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 വരും. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ്? അമൃതമാണ്. ആ അമൃതം വരുന്നത് വരെ നിങ്ങൾ അസുരന്മാരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ശണ്ട കൂടി മത്സരിച്ച് പിന്നെ ആ പരിപാടി ഉപേക്ഷിച്ചിട്ട് പോകാൻ ഇടയുണ്ടാവരുത്. അപ്പോൾ ആദ്യം വരുന്ന നിസ്സാര വസ്തുക്കൾക്ക് വേണ്ടി ശണ്ട കൂടിയിട്ട് അവസാനം കിട്ടാവുന്ന അമൃതം എന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമാക്കുന്ന, നിങ്ങളെ അമരന്മാരാക്കുന്ന, നിങ്ങളുടെ ഇപ്പോഴുള്ള ജരാനരകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ആ അമൃതം ലഭിക്കുന്നത് വരെ നിങ്ങൾ ആ പദ്ധതി തുടരണം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പൊങ്ങി വരുമ്പോ ഇതിൻ്റെ ഇടയിൽ കാമധേനോ കൽപ്പവൃക്ഷമോ ഐരാവതമോ ഉച്ചൈസ്രവസ്സോ മദ്യമോ ഒക്കെ പൊങ്ങി വന്നാൽ അതിന്റെ പുറകെ പോകരുത്. അസുരന്മാർ അതിന്റെ പുറകെ പോയാൽ നിങ്ങൾ അവരോട് മത്സരിക്കരുത്, അവർക്ക് വിട്ടുകൊടുത്തേക്കൂ. കാരണം അതൊക്കെ അവർ തൽക്കാലം എടുത്തോട്ടെ. നമുക്കെന്താ ലക്ഷ്യം? നമുക്ക് അമൃതം. അമൃതം കിട്ടിക്കഴിഞ്ഞാലോ ഈ പറഞ്ഞ ആദ്യം വന്നതിനെയൊക്കെ നമുക്ക് പിന്നാലെ പിടിച്ചെടുക്കാം. അസുരന്മാരെ തോൽപ്പിച്ചിട്ട് അവരുടെ കസ്റ്റഡിയിലുള്ള കാമധേനോ ഉച്ചൈസ്രവസ്സോ ഐരാവതോ എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് തിരിച്ചെടുക്കാം, വീണ്ടെടുക്കാം. പക്ഷേ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ശണ്ട കൂടിയിട്ട് ഈ അമൃതം എന്നുള്ള ആ പദ്ധതിയിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു, അല്ലേ? എന്നിട്ടോ ഈ പാലാഴി മദനം ചെയ്ത കഥ നിങ്ങൾ ഭാഗവതത്തിൽ ഒന്ന് അക്ഷരം പ്രതി നോക്കിയാൽ ഇത് ചെയ്തത് മുഴുവൻ ഭഗവാനാ. എവിടെ നോക്കിയാലും ഭഗവാന്റെ കളിയാ. അപ്പൊ അത് ആരംഭത്തിൽ തന്നെ വ്യാസൻ പറയുന്നുണ്ട്, ശുഖബ്രഹ്മർഷി പറയുന്നുണ്ട്, ഭഗവാൻ സങ്കല്പം കൊണ്ട് തന്നെ ദേവന്മാരുടെ ഈ പറഞ്ഞ ജരാനരകളെ മാറ്റിക്കൊടുക്കാൻ കഴിയുമെങ്കിലും ഒരു സങ്കല്പം മതി ഭഗവാന് ദേവന്മാരുടെ ജരാനരകളെ മാറ്റാനായിക്കൊണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? വിഹർത്തു കാമഹ എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. വിഹരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു കളിക്കാൻ തീരുമാനിച്ചിട്ട് ഭഗവാൻ ഒന്ന് കളിക്കാൻ തീരുമാനിച്ചു. എന്നിട്ടാണ് ഭഗവാൻ സമുദ്രമദനാദീനി ഇവർക്ക് നിർദ്ദേശം കൊടുത്ത് സമുദ്രമദനാദികൾക്കായിക്കൊണ്ടുള്ള നിർദ്ദേശത്തെ ദേവന്മാർക്ക് കൊടുക്കണം. അപ്പൊ ഭഗവാൻ ഒരു കളി കളിക്കാൻ തീരുമാനിച്ചിട്ടാ. കാരണം ഭഗവാൻ അന്ന് വെറും സങ്കല്പം കൊണ്ട് ദേവന്മാർക്ക് അമൃതം കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ജരാനരകൾ മാറ്റി കൊടുത്തിരുന്നെങ്കിൽ ഭാഗവതത്തിൽ കഥയുണ്ടാവില്ല. നമുക്കിപ്പോൾ പറഞ്ഞിരിക്കാൻ കഥകളില്ലാതാവും. അപ്പൊ ഭഗവാൻ തീരുമാനിച്ചു, വരും കാലങ്ങളിലൊക്കെ എൻ്റെ ഈ ലീലകൾ ആളുകൾ പാടി ആളുകൾ എൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് എന്നിലേക്ക് വരട്ടെ എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് ഭഗവാന്റെ ലീലകൾ പലതും. അതോടൊപ്പം തന്നെ ഭഗവാന്റെ മഹിമ നല്ലതുപോലെ പ്രകാശിപ്പിക്കുവാനുള്ള ഒരു അവസരം ഭഗവാൻ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ്. കാരണം ആ ഭഗവാനിലേക്ക് വരണം, എല്ലാവരും ആ സത്യത്തിലേക്ക് വരണം. സത്യം പരം ധീമഹി, അല്ലെ? ഭാഗവതം അതാണ് പ്രതിജ്ഞ ചെയ്യുന്നത്, സത്യം പരം ധീമഹി. ആ പരമസത്യത്തിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുവാനുള്ള ലീലകളാണ് ഭഗവാന്റെ അവതാര ലീലകൾ. അപ്പൊ അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ദേവന്മാരെയും അസുരന്മാരെയും കൊണ്ട് ഈ പാലാഴി മദനം ചെയ്യാൻ പറഞ്ഞത്. അപ്പോഴാണ് ദേവന്മാരും അസുരന്മാരും വളരെ ആവേശത്തോട് ദേവന്മാർ ചെന്ന് അസുരന്മാരോട് കോംപ്രമൈസ് ചെയ്തു. ഇങ്ങനെ ഭഗവാൻ വിഷ്ണുവിന്റെ നിർദ്ദേശമാണ് അമൃതമദനം ചെയ്യാൻ. അതിന് നമുക്ക് മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് പാലാഴിയിൽ നിക്ഷേപിച്ചിട്ട് വാസുകിയെ കൊണ്ട് കയറാക്കിയിട്ട് ഔഷധങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് സസ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ പാലാഴിയിൽ ഇട്ടിട്ട് നമ്മളോട് മദനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാബലിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അസുര വംശത്തോട് ചെന്ന് ഇന്ദ്രൻ തന്നെ ചെന്ന് സന്ധി ചെയ്തു. അങ്ങനെ അപ്പൊ മഹാബലിയോട് പറഞ്ഞു, കിട്ടിയാൽ പാതി നിങ്ങൾക്കും തരാം. അപ്പൊ അസുരന്മാർക്ക് സന്തോഷമായി. കാരണം കിട്ടിയാൽ പാതിയൊന്നുമല്ല, മുഴുവൻ ഞങ്ങൾ അടിച്ചെടുത്തോളാം എന്നുള്ള ഉള്ളിൽ ഉദ്ദേശത്തോടു കൂടെ പുറത്ത് പറയാതെ ശരി എന്നാ ഞങ്ങൾക്കും സമ്മതം പറഞ്ഞ് രണ്ടുപേരും കൂടിയിട്ട് മന്ദരപർവ്വതത്തെ പൊക്കിയെടുത്തോണ്ട് വരുന്നുണ്ട് ആവേശത്തോടു കൂടി. പക്ഷെ കുറച്ച് ദൂരം വരുമ്പോഴേക്കും ആ മന്ദരപർവ്വതം ബുധും താഴെ വീണു. അപ്പൊ ആരാ കൊണ്ടുവന്നത്? പിന്നെ കുറെ അസുരന്മാരെ മന്ദരപർവ്വതത്തിന്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞ് ചത്തു. ദേവന്മാർക്കും കുറെ പരിക്ക് പറ്റി. ഭഗവാൻ ഗരുഡവാഹനനായി വന്നു. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ഗരുഡവാഹനായി വന്ന് ഭഗവാൻ ഒരു എലന്തപ്പഴം പെറുക്കിയെടുത്ത് ഗരുഡന്റെ പുറത്ത് വെക്കും പോലെ ഗരുഡന്റെ ചിറകിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ദേവന്മാരുടെ നേരെ തൻ്റെ അമൃതവർഷമാകുന്ന കണ്ണുകൊണ്ട് കടാക്ഷിച്ചു. ദേവന്മാർ എഴുന്നേറ്റു. അസുരന്മാരെ ഭഗവാൻ തിരിഞ്ഞു നോക്കിയില്ല. അവരവിടെ കിടക്കട്ടെ, അവരെ കൊണ്ട് അല്ലെങ്കിൽ തന്നെ പൊറുതി മുട്ടിയിട്ട് വയ്യ എന്ന് വിചാരിച്ച് അസുരന്മാരെ തിരിഞ്ഞു നോക്കിയില്ല ഭഗവാൻ. അങ്ങനെ ഭഗവാൻ തന്നെ ഈ മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് പാലാഴിയിൽ നിക്ഷേപിച്ചു കൊടുത്തു. ദേവന്മാർ വാസുകിയും കൂട്ടിയിട്ട് വന്ന് കയറായിട്ട് ബന്ധിക്കാൻ ആരംഭിച്ചു. അപ്പോഴും ഭഗവാൻ തന്നെയാണ് ആദ്യം കയറി പിടിച്ചത്. എവിടെ? പാമ്പിന്റെ തലയിൽ.
അപ്പൊ ദേവന്മാരും പിന്നാലെ ചെന്ന് പിടിച്ചു. അപ്പൊ അസുരന്മാർ പറഞ്ഞു, ഞങ്ങൾ പാമ്പിന്റെ തലയിലേ പിടിക്കുള്ളൂ, വാല് ഞങ്ങൾ പിടിക്കില്ല. ഞങ്ങൾ കശ്യപന്റെ മക്കളാണ്, കേമന്മാരാണ്. പുച്ഛമായിട്ടുള്ള അഹേഹേ അമംഗളം പുച്ഛം, പാമ്പിന്റെ മംഗളമില്ലാത്ത വാല്, വൃത്തികെട്ട വാല് ഞങ്ങൾ പിടിക്കില്ല, ഞങ്ങൾ പിടിക്കുകയാണെങ്കിൽ തലയെ പിടിക്കുള്ളൂ എന്ന് അവർ വാശി പിടിച്ചു. ഭഗവാനും അത് തന്നെ ഉദ്ദേശിച്ചത്, ഇവരെങ്ങനെ തല പിടിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ ആ ലീല ചെയ്തത്. അങ്ങനെ അസുരന്മാർ തല പിടിച്ചു, ദേവന്മാർ വാല് പിടിച്ചു, പാലാഴി മഥനം ആരംഭിച്ചു. ആവേശത്തോടുകൂടി മഥനം ചെയ്തപ്പോ ബുദ്ധിം വീണ്ടും പാലാഴിയിലേക്ക് താണുപോയി ഈ മന്ദരപർവ്വതം. നിരാശരായി വിഷണ്ണരായി എല്ലാം നഷ്ടപ്പെട്ട ആളുകളായിട്ട് ദേവന്മാരും അസുരന്മാരും നോക്കി നിൽക്കെ ഭഗവാൻ എന്ത് ചെയ്തു? അതിഗംഭീരമായിട്ടുള്ളൊരു ആമയായിട്ട് അടിയിലേക്ക് ചെന്നു. 1,00,000 യോജന വിസ്താരമുള്ളതായിട്ടുള്ള പുറന്തോടോടുകൂടിയ ആമയായിട്ട് ചെന്ന് ആ നഖത്തെ ഉദ്ധരിച്ചു. ആ പർവ്വതത്തെ ഭഗവാൻ ഉദ്ധരിച്ചു. അതിനുശേഷവും നടന്ന ലീലകളൊക്കെ ഭഗവാൻ തന്നെ ചെയ്തതാണ്. ഇപ്പോൾ അത് മുഴുവൻ പറയണമെങ്കിൽ നമുക്ക് കുറെ ദിവസങ്ങൾ തന്നെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആ ദേവന്മാരും അസുരന്മാരും ഒക്കെ കഷ്ടത്തെ പ്രാപിച്ചപ്പോൾ ഭഗവാൻ ആ പർവ്വതത്തെ ഉദ്ധരിച്ച് കൂർമാവതാരമെടുത്ത് തൻ്റെ അപ്രമേയത്വത്തെ കാണിച്ചു കൊടുത്ത ഒരു അവതാരമാണ് ആ അവതാരം. തൻ്റെ സർവവ്യാപകത്വത്തെയും സർവശക്തിത്വത്തെയും അപ്രമേയത്വം എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത വലുപ്പം. അതിനൊരു മനോഹരമായിട്ടുള്ളൊരു വർണ്ണനയുണ്ട് ഭാഗവതത്തിൽ. എന്താണ്? പിന്നീട് ദേവന്മാരും അസുരന്മാരും കൂടി ശക്തമായിട്ട് അവരുടെയൊക്കെ ഉള്ളിൽ ഭഗവാൻ ശക്തിയായിട്ട് പ്രവേശിച്ചു എന്നും പറയുന്നുണ്ട് തൊട്ടു മുമ്പ്. അങ്ങനെ സത്വഗുണമായിട്ട് ദേവന്മാരിൽ ഭഗവാൻ വ്യാപിച്ചു, രജോ ഗുണമായി മത്സരബുദ്ധിയായി അസുരന്മാരുടെ ഉള്ളിലും വ്യാപിച്ചു, വാസുകിയിൽ തമോ ഗുണമായി വ്യാപിച്ച് വാസുകിക്ക് വേദനയില്ലാതെ ആലസ്യത്തിലേക്ക് വാസുകിയെ ഇട്ടു. അങ്ങനെ 3 രീതിയിലും 3 പേരുടെ ഉള്ളിലേക്ക് ഭഗവാൻ പ്രവേശിച്ച് ഭഗവാൻ തന്നെ മറ്റൊരു വലിയ പർവ്വതത്തിന്റെ രൂപമെടുത്ത് അഞ്ജന പർവ്വതം പോലെ അപ്പുറത്ത് നിന്ന് അനേക കൈകളെ കൊണ്ട് ഭഗവാൻ തന്നെ ഈ സർപ്പത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു. അതിമനോഹരമായിട്ടുള്ള ചിത്രം വരച്ച് കാണിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ഇത്രയും ശക്തമായിട്ട് ഈ മന്ദരപർവ്വതത്തെ അവിടെ മഥനം ചെയ്യുമ്പോ താഴെ ഒരാൾ നല്ല സുഖിച്ച് കിടക്കുക, നല്ല മസാജ് മുതുകത്ത്. അതിനെക്കുറിച്ച് ഭാഗവതത്തിൽ പറഞ്ഞ ശ്ലോകം തന്നെ മേനേ അംഗകണ്ടൂയനം അപ്രമേയ എന്നാണ്. അപ്രമേയനായ ഭഗവാൻ, അനന്തനായ അളവില്ലാത്തവനായിട്ടുള്ള ഭഗവാൻ തൻ്റെ മുതുകത്ത് ഇത്രയും വലിയ പർവ്വതം ഈ ദേവന്മാരും അസുരന്മാരും വിഷ്ണു ഭഗവാനും ഒക്കെ കൂടി ഇങ്ങനെ കഷ്ടപ്പെട്ട് വലിച്ചിതാക്കുമ്പോൾ, വളരെ വേഗത്തിൽ കടയുമ്പോൾ അതിൻ്റെ ഒരു ചലനം അംഗകണ്ടൂയനം മേനേ എന്ന് പറഞ്ഞാൽ ശരീരം ചൊറിഞ്ഞു കൊടുക്കുന്ന ഒരു സുഖമായിട്ട് കടന്നു എന്നാണ്. കണ്ടൂയനം ചെയ്യാന്ന് പറഞ്ഞാൽ ചൊറിയ. അപ്പൊ നമ്മൾ ഉച്ചമയക്കത്തിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ആരെങ്കിലും മുതുകത്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു തന്നാൽ, തലയൊക്കെ ചൊറിഞ്ഞു തന്നാൽ നല്ല സുഖമാണ്, നമ്മൾ ഇങ്ങനെ മയങ്ങിപ്പോവും. ആ ഒരു ആലസ്യത്തോടുകൂടെ ഭഗവാൻ ഈ പർവ്വതത്തെ വഹിച്ചു എന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ മുതുകത്ത് ഈ പർവ്വതം ഒന്നും അല്ലായിരുന്നു എന്നർത്ഥം, ഒരു മസാജ്. അപ്പൊ ഭഗവാന്റെ അപ്രമേയത്വം, അപ്രമേയൻ എന്നാൽ അളവില്ലാത്തവൻ എന്നാണ്. പ്രമേയ വിഷയമല്ലാത്തവൻ, പ്രമയ്ക്ക് വിഷയമല്ലാത്തവൻ, അറിവിന് വിഷയമല്ലാത്തവൻ അപ്രമേയൻ. ആ ഇൻഫിനിറ്റി ഭഗവാന്റെ അനന്തശക്തിയെ പ്രദർശിപ്പിച്ച ഒരു ലീലയാണ് കൂർമാവതാരം. ഒരുപാട് തത്വങ്ങളുണ്ട് കൂർമാവതാരത്തിൽ, നമുക്കത് ഭാഗവതം പറയുമ്പോൾ പിന്നെ കാണാം. അപ്പൊ അങ്ങനെ ഈ നഖത്തെ ഉദ്ധരിച്ച, ലീലയായിട്ട് ഉദ്ധരിച്ച ആ അപ്രമേയനായിട്ടുള്ള ഭഗവാന് നമ്മളെ ഉദ്ധരിക്കാൻ, ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ വല്ല പ്രയാസമോ? അതുപോലെ ഭഗവാന്റെ മറ്റേ ലീലയും, ശ്രീകൃഷ്ണനായി ഗോവർദ്ധന പർവ്വതം ഉദ്ധരിച്ച ലീലയും അറിയാലോ നമുക്കൊക്കെ, അല്ലേ? ഇന്ദ്രയാഗം ഭഗവാൻ തന്നെ മുടക്കി. എന്തിനാ? ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി. കാരണം ഇന്ദ്രൻ വിചാരിച്ചു താനാണ് ലോകത്തിന് മുഴുവൻ മഴയെ കൊടുക്കുന്നവൻ, താനാണ് ലോകങ്ങളുടെയും രക്ഷകൻ, ത്രിലോകങ്ങളുടെയും രക്ഷകൻ എന്ന് സ്വയം ഒരു ഇൻഡിപെൻഡന്റ് സാമ്രാജ്യം ആണ് തൻ്റെ ഈ ലോകം എന്ന് സ്വയം കരുതി. നമ്മുടെ ഇപ്പോഴുള്ള ചില ഭരണാധികാരികളെയൊക്കെ പോലെ, അല്ലേ? ഭാരതത്തിൽ നിന്ന് വേറിട്ടതാണ് കേരളം എന്നുള്ള മട്ടിലാണ് ഇവിടെ ചില ആളുകളുടെയൊക്കെ ഭരണം. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയമായിട്ടുള്ള ജനാധിപത്യ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചിന്തിക്കുക നിങ്ങൾ. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വേച്ഛ അനുസരിച്ച് ധാർഷ്ട്യത്തോടുകൂടെ എന്ത് തോന്നിയവാസവും ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ഭരണം.
അപ്പോൾ എവിടെ നിന്ന് ഇടപെടേണ്ടി വരും? കേന്ദ്രത്തിൽ നിന്ന് ഇടപെടേണ്ടി വരും, അല്ലേ? അതിൻ്റെ ഒരു പഴയ പതിപ്പാണ്. ഇന്ദ്രൻ തൻ്റെ അഹങ്കാരം കൊണ്ട് മതിച്ചിരിക്കുമ്പോൾ ആ ഇന്ദ്രന്റെ അഹങ്കാരം തീർക്കണം എന്ന് വെച്ചിട്ടാണ് ഭഗവാൻ ഈ ഒരു ലീല ചെയ്തത്. ഇന്ദ്രന് സമർപ്പിക്കേണ്ട യാഗത്തെ ഗോവർദ്ധന പർവ്വതത്തിനുള്ള പൂജയാക്കി മാറ്റി. അപ്പൊ കോപിച്ച ഇന്ദ്രൻ പ്രളയകാല മേഘങ്ങളെ മുഴുവൻ ഗോകുലത്തിൽ ഒന്നിച്ച് വർഷിക്കുന്നു. ആ ഗോകുലത്തിലേക്ക് നിരന്തരമായിട്ടുള്ള ഇടിയും മഴയും തുമ്പിക്കൈ വണ്ണത്തിലുള്ളതായിട്ടുള്ള ധാരകളായിട്ട് ജലധാര പെയ്യുകയാണ്. മിന്നലും ഇടിയും ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഗോകുലത്തെ തന്നെ ഒലിപ്പിച്ച് കളയാനുള്ള പദ്ധതിയായിരുന്നു. ഒരു മേഘസ്ഫോടനം എന്ന് പറയാവുന്ന ഒരു സംഭവം. സാമ്പർത്തക മേഘങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്ന് അഴിച്ചുവിട്ടു. എന്നെ ധിക്കരിച്ച ആ ഗോപന്മാരെ ഞാനൊരു പാഠം പഠിപ്പിക്കേണ്ടത് എന്നായിരുന്നു ഇന്ദ്രന്റെ വിചാരം. ഒരു ചെറിയ ഗോപാല പയ്യന്റെ, പശുവിനെ മേയ്ക്കുന്ന ചെക്കന്റെ വാക്ക് കേട്ടിട്ട് എന്റെ അടുത്ത് കളിക്കുക എന്നായിരുന്നു അവിടെ ഇന്ദ്രന്റെ അഹങ്കാരം. അങ്ങനെ ആ പെരുമഴ പെയ്തതായിട്ടുള്ള സമയത്ത് ഗോപന്മാരെല്ലാവരും ആരെ ആശ്രയിച്ചു? കൃഷ്ണനെ ആശ്രയിച്ചു. കൃഷ്ണനെ വിളിച്ചു കരഞ്ഞു അവര്. കൃഷ്ണ, ഈ ഗോകുലത്തെ അങ്ങ് തന്നെ ഉദ്ധരിക്കണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് ചെന്ന് അവരെല്ലാവരും കൂടി അപേക്ഷിച്ചു. ആ പശുക്കളും പശുക്കുട്ടികളും ഗോപന്മാരും ഗോപികമാരും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചില്ലേ, ആ ഗോവർദ്ധന പർവ്വതം നമ്മളെ രക്ഷിക്കും, വരൂ ഇങ്ങട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഗോവർദ്ധന പർവ്വതത്തിന്റെ അടുത്തേക്ക് ചെന്ന് കണ്ണടച്ച് നിങ്ങൾ ഗോവർദ്ധനത്തോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ആ ഗോവർദ്ധന പർവ്വതത്തെ തൻ്റെ ചെറു വിരൽ അകത്തേക്ക് അതിൻ്റെ അടിയിലേക്ക് ഒരു ദ്വാരമുണ്ടാക്കി കടത്തി. ഒരു കൊച്ചുകുട്ടി ഒരു കൂൺ പറിച്ചെടുക്കുന്ന ലാഘവത്തിൽ പൊക്കി അങ്ങോട്ട് പിടിച്ചു, വിരലുകൊണ്ട് താങ്ങി നിർത്തി. എല്ലാവരെയും വിളിച്ചു, വരൂ എന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക്. ഗോകുലം മുഴുവൻ, സർവ്വചരാചരങ്ങൾ എന്ന് പറയാൻ വേണമെങ്കിൽ, പശുക്കുട്ടികളും പൂച്ചക്കുട്ടികളും പട്ടിക്കുട്ടികളും കുരങ്ങൻകുട്ടികളും മയിലുകളും തത്തകളും എന്ന് പറഞ്ഞ പോലെയുള്ള എല്ലാവരും അവിടെയുണ്ട്. മനുഷ്യര് എല്ലാവരും അപാലവൃദ്ധം ജനങ്ങളും അവരൊക്കെ ചുറ്റും നിരന്ന് നിൽക്കേ ഭഗവാൻ ഒരു കൈ കൊണ്ട് ഓടക്കുഴലും ഊതിക്കൊണ്ട് അവരെ ആനന്ദ സാഗരത്തിൽ ആറാടിച്ചു. അവര് 7 ദിവസം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല, അല്ലേ? കാലമേ അറിഞ്ഞില്ല. അവര് പുറത്ത് പെയ്യുന്ന മഴയെ ഒരു തുള്ളി പോലും അവർ അറിഞ്ഞില്ല. ഇന്ദ്രൻ തകർത്ത് പെയ്യാണ് പുറത്ത്. ഇവിടെ പൂർണ്ണ വാട്ടർ പ്രൂഫിങ് ഭഗവാൻ. ഭഗവാന്റെ സങ്കല്പത്തിന്റെ അടുത്തേക്ക് ഒരു തുള്ളി വെള്ളം വരുന്നില്ല. അങ്ങനെ ഇന്ദ്രന്റെ മേഘം മുഴുവൻ സ്റ്റോക്ക് കഴിഞ്ഞു. പുതിയ സ്റ്റോക്ക് കിട്ടണമെങ്കിൽ ഹോൾസെയിൽ ആയിട്ടുള്ള ഭഗവാനെ സമീപിക്കണം. ഭഗവാൻ കൊടുത്തില്ല. ഭഗവാന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് മാത്രമാണ് ഇന്ദ്രൻ എന്ന് മറന്നിട്ട് സ്വയം മേഘങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോ കഴിഞ്ഞു, സ്റ്റോക്ക് കഴിഞ്ഞു. 7 ദിവസം കൊണ്ട് മഴ മുഴുവൻ പെയ്തു തീർന്നു. ഇവിടെ ഗോപന്മാരും ഗോപികമാരും ഗൃഹത്തിലിരിക്കുന്നതിനേക്കാളും ആനന്ദമായിട്ട് ഭഗവാന്റെ കൂടെ ഇരുന്നു. അതാണ് ഏറ്റവും വലിയ രസം. അവർക്ക് ഭഗവാന്റെ ചുറ്റും ഇരിക്കുക എന്ന് പറയുമ്പോൾ ഭഗവാനോട്, ഭഗവാന്റെ ഓടക്കുഴലും കേട്ട് ഭഗവാനോട് തമാശ പറഞ്ഞ്, കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരൊക്കെ തമാശയ്ക്ക് ഭഗവാനോട് പറഞ്ഞു, അങ്ങേക്ക് കൈ കഴക്കില്ലേ, ഞങ്ങളും താങ്ങാട്ടോ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലൊക്കെ വലിയ വലിയ വടികളുണ്ട്. അതുകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് ഭഗവാനെ സഹായിക്കുന്ന മട്ടിൽ അവരൊക്കെ കളിച്ചു. അവർക്കറിയാം ഭഗവാന്റെ ശക്തി, എങ്കിലും തമാശയായിട്ട് അവരൊക്കെ കളിച്ചു. അതൊക്കെ ഇന്ദ്രനുള്ള പരിഹാസമാണ്. ഈ പിള്ളേര് വിചാരിച്ചാൽ എന്നെ ഇത്ര നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മൂക്കും കുത്തി വീണു ഇന്ദ്രൻ. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അഹങ്കാരം ശമിച്ച ഇന്ദ്രൻ ഭഗവാന്റെ നേരിട്ട് വരാൻ ധൈര്യം പോലും ഇല്ല. എന്നിട്ടാണ് ഗോമാതാവായിട്ടുള്ള സുരഭിയെ കവചമാക്കി മുന്നിൽ കൊണ്ടുവന്ന് റെക്കമെൻഡേഷനോട് കൂടിയിട്ടാണ് വന്നത്. അപരാധ ക്ഷമാപണം ചെയ്ത് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ച് ആ സ്വർഗഗംഗയെ ഐരാവതത്തിന്റെ തുമ്പിക്കൈയിൽ കുടത്തിൽ കൊണ്ടുവന്ന് സ്വർണ്ണ കലശത്തിൽ കൊണ്ടുവന്ന് ഭഗവാൻ അഭിഷേകം ചെയ്തു. ആ ഗോമാതാവായുള്ള സുരഭി തന്റെ പാലുകൊണ്ടും ഭഗവാനെ അഭിഷേകം ചെയ്ത് ഗോവിന്ദൻ എന്നൊരു പേരും കൊടുത്തു എന്ന് ഭാഗവതം കാണാം, അല്ലേ? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അപ്പോ ആ ഗോവിന്ദ ശബ്ദം കൊണ്ട് എന്താ അർത്ഥം? വാസ്തവത്തില് പശുക്കളെ നോക്കുന്നവൻ എന്നല്ല, ഗോക്കളെ മുഴുവൻ രക്ഷിക്കുന്നവൻ എന്നാണ്. ഗോ ശബ്ദത്തിന് ചലിക്കുന്നതെല്ലാം ഗോക്കളാണ്. ദാറ്റ് വിച്ച് ഗോസ്.
ദാറ്റ് വിച്ച് മൂവ്സ്. അപ്പൊ ഈ ഭൂമിയും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സർവ ചരാചരങ്ങളും ചലിക്കുന്നത് തന്നെയാണ്. ഇവിടെ ചലിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ സൂക്ഷിച്ചു നോക്കാത്തതുകൊണ്ടാണ് എല്ലാ സ്ഥാവരങ്ങളെന്ന് തോന്നുന്നത്. നക്ഷത്രങ്ങളും ചലിച്ചുകൊണ്ട് തന്നെയായിരിക്കണത്, ഗ്രഹങ്ങളും ചലിച്ചുകൊണ്ട് തന്നെയായിരിക്കണത്. ഭൂമി ചലിക്കുന്ന വേഗത നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര വേഗത്തിലാണ് ഭൂമി സ്വയം റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സയൻസ് പഠിക്കൂ പോയിട്ട്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ചലിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഗോക്കളാണ്. അതുകൊണ്ടാണ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ ഗോ ശബ്ദം കൊണ്ട് പറയുന്നത്. അപ്പൊ ഗോ ശബ്ദത്തില് ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും പെടുത്താം. അങ്ങനെ ചലിക്കുന്നതിന്റെ മുഴുവൻ ഇന്ദ്രനാണ്, അഥവാ രക്ഷകനാണ് ഭഗവാൻ. സർവചരാചരങ്ങളുടെയും രക്ഷകൻ അങ്ങ് തന്നെയാണ് എന്ന് സമ്മതിച്ച് ഞാൻ വെറും ബിനാമിയാണ്, ഡമ്മി ഇന്ദ്രനാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച ആ കഥ ഓർക്കുക. അപ്പോ ഭഗവാനെ ശരണം പ്രാപിച്ചതായിട്ടുള്ള ഭക്തന്മാരെ ആ ഒരു പ്രളയത്തിൽ നിന്ന് നിസാരമായി രക്ഷിച്ച് ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചതായിട്ടുള്ള ഉദ്ധൃത നഖത്തെ ഉദ്ധരിച്ചവനെ, ഈ നിസാരനായിട്ടുള്ള എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റാൻ അങ്ങേക്ക് വല്ല പ്രയാസവുമുണ്ടോ? അപ്പോ ഭവാനെ പ്രഭുവായ അങ്ങയെ കണ്ടാൽ ഭവതിരസ്കാര ഭവതി നകിം, അങ്ങേക്ക് എന്നെ സംസാരത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റില്ല എന്നാണ്. അങ്ങയെ കണ്ടാൽ സംസാര സാഗരത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്നാണ് എന്ന ചോദ്യം അർത്ഥം പിടികിട്ടിയോ? ഇനി അടുത്ത പദം നഗബിദ് അനുജ എന്നാണ്. നഗബിദ് അനുജ എന്താ അർത്ഥം? ഏത് പേരാണ് ഭഗവാന്റെ? ഉപേന്ദ്ര, വാമന, ത്രിവിക്രമ എന്നൊക്കെ അർത്ഥത്തിലുള്ള പ്രയോഗമാണത്. നഗബിദ് അനുജ എന്ന്. എന്താ? നഗബിത്ത് എന്നത് ഇന്ദ്രന്റെ ഒരു പേരാണ്. നഖങ്ങളെ ഭേദിച്ചവൻ. ഇവിടെ നഖം മുമ്പേ പറഞ്ഞ നഖം തന്നെ, പർവ്വതം നഗച്ഛതീതി നഖം. അപ്പൊ പർവ്വതങ്ങളെ ഭേദിച്ചവനാണ് ഇന്ദ്രൻ. അതെന്താ കഥാച്ചാല്, പണ്ട് പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നു. എല്ലാ പർവ്വതങ്ങളും ഇഷ്ടംപോലെ ചിറകുകൊണ്ട് പറന്നു നടന്നു. അപ്പൊ എല്ലാ ലോകത്തിലുള്ള ജനങ്ങൾക്കും പേടിയായി. കാരണം എപ്പോഴാ ആരുടെ തലയിലാ വന്ന് ഈ പർവ്വതങ്ങൾ ലാൻഡ് ചെയ്യാന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. ആ പർവ്വതങ്ങൾക്ക് അഹങ്കാരം കൊണ്ട് അവർ അങ്ങനെ പലതും ചെയ്തും കാണും. പലരുടെയും തലയിൽ ചെന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടാവും, എല്ലാവരെയും ചമ്മന്തിയാക്കിക്കൊണ്ട്. അപ്പോ ജനങ്ങളും എല്ലാ ജീവജാലങ്ങളും ഭയപ്പെട്ട് ഇന്ദ്രനെ ശരണം പ്രാപിച്ചു. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഇന്ദ്രൻ തന്റെ വജ്രായുധം എടുത്തുകൊണ്ട് ഈ പറക്കുന്ന പർവ്വതങ്ങളുടെയൊക്കെ ചിറകുകൾ ഛേദിച്ചു. അങ്ങനെ ഇന്ദ്രന് ആ പേര് കിട്ടി, പർവ്വതങ്ങളുടെ ചിറകുകളെ ഛേദിച്ചവൻ. നഗബിത്തായി തീർന്നു ഇന്ദ്രൻ. അതിൽ ഒരു പർവ്വതം മാത്രം ഒളിച്ചിരുന്ന കഥ നമ്മൾ രാമായണ സുന്ദരകാണ്ഡത്തിൽ കാണും, അല്ലെ? ഹിമവാന്റെ പുത്രനായ മൈനാകം മാത്രം സമുദ്രത്തിൽ പോയി മുങ്ങി ഒളിച്ചിരുന്നു, ഇന്ദ്രന് പിടികൊടുക്കാതെ. അങ്ങനെ സമുദ്രം ആ മൈനാകത്തിന് അഭയം കൊടുത്തപ്പോ ആ സമുദ്രം പറഞ്ഞത് കേൾക്കാൻ മൈനാകം ബാധ്യസ്ഥനായി. അങ്ങനെ മൈനാകം പൊങ്ങി വന്നിട്ടാണ് രാമദൂതനായ ആഞ്ജനേയ സ്വാമിക്ക് വഴിയിൽ ഒരു എന്താ പറയുക, ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ഒരുക്കി കൊടുത്തത്. ഒരു തൽക്കാല സ്റ്റേക്ക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്തു. പക്ഷെ ആഞ്ജനേയ സ്വാമിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, സീതയെ കാണുക. അപ്പോ വെറുതെ തൊട്ട് അനുഗ്രഹിച്ച് ഞാൻ ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം എന്ന് പറഞ്ഞൊന്ന് തലോടിയിട്ട് ആഞ്ജനേയ സ്വാമി പറഞ്ഞു. ആ കഥ ഓർക്കുക. അപ്പൊ ആ മൈനാകം മാത്രം ചിറക് രക്ഷിച്ചു. ബാക്കിയുള്ള എല്ലാ പർവ്വതങ്ങളുടെയും ചിറക് ഇന്ദ്രൻ മുറിച്ചു കളഞ്ഞതുകൊണ്ട് ഇന്ദ്രന് പേര് നഗബിത്ത്. അദ്ദേഹത്തിന്റെ അനുജൻ, നഗബിത്തിന്റെ അനുജൻ അഥവാ ഇന്ദ്രാനുജനായിട്ട് ഉപേന്ദ്രൻ എന്ന പേരിൽ ഭഗവാൻ വാമനനായി അവതരിച്ച കഥ, അല്ലേ? അതാണ് വാമനാവതാരം. അതിഥിയുടെ 12ാമത്തെ പുത്രനായിട്ട് ഭഗവാൻ വാമനനായി അവതരിച്ചു. ആ അതിഥിയുടെ മൂത്ത പുത്രനാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രാനുജനായി എന്നർത്ഥം. അപ്പൊ ആ കഥയൊന്ന് ആലോചിക്കുക, വാമനാവതാര കഥ. ആ ഇന്ദ്രന് എല്ലാം നഷ്ടപ്പെട്ട്, ത്രൈലോക്യ ഐശ്വര്യവും നഷ്ടപ്പെട്ട് ബലിയെല്ലാം പിടിച്ചടക്കിയിരിക്കെ ആ ബലിയിൽ നിന്ന് ഭഗവാൻ വാമനാവതാരം എടുത്തുകൊണ്ട് നിസാരമായി
ത്രിവിക്രമനായി തന്റെ 2 പാദങ്ങളെ കൊണ്ട് തന്നെ 14 ലോകങ്ങളും അളന്നെടുത്ത് അതേ ഇന്ദ്രനെ സമ്മാനിച്ചു. ആ ഇന്ദ്രനെ തന്നെ തന്റെ ഗവർണറായിട്ട് വീണ്ടും അപ്പോയിന്റ് ചെയ്തു. ബലി എന്നുള്ള ഒരു അഹങ്കാരി വന്ന് ഭഗവാൻ അപ്പോയിന്റ് ചെയ്ത ഇന്ദ്രനെ ഡിസ്മിസ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അത് ഭഗവാന് സമ്മതമല്ല. കാരണം ഭഗവാൻ അപ്പോയിന്റ് ചെയ്ത ആളെ ഭഗവാൻ അറിയാതെ വേറൊരാളെ ഡിസ്മിസ് ചെയ്യാൻ വ്യവസ്ഥയില്ല. അപ്പോ ആ ബലി അഹങ്കാരം കൊണ്ടത് ചെയ്തപ്പോൾ ആ ബലിയെ ഭഗവാൻ ബലി നല്ലവനായതുകൊണ്ട് കൊന്നുകളഞ്ഞില്ല. ബലി പ്രഹ്ലാദന്റെ പൗത്രനുമാണ്, ധർമ്മിഷ്ഠനുമാണ്, സത്യസന്ധനുമാണ്, പരാക്രമിയാണ്, നല്ല വാല്യൂസ് ഉള്ള ആളാണ്. ആകെ കൂടി ഒരേ കുഴപ്പം അഹങ്കാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അഹങ്കാരത്തിന്റെ കാരണം ഈശ്വരനെ അറിയായികയാണ്. പാവം, അതിന് അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഈശ്വരൻ ആരാന്ന് അറിയില്ലായിരുന്നു. കാരണം അദ്ദേഹം പഠിച്ച സിലബസിൽ ഈശ്വരൻ ഉണ്ടായിരുന്നില്ല. ആരുടെ സിലബസ് അദ്ദേഹം പഠിച്ചത്? ശുക്രാചാര്യരുടെ സിലബസാണ് പഠിച്ചത്. അത് തന്നെയാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശുക്രാചാര്യരുടെ സിലബസാണ് ഇന്ത്യൻ സ്കൂളുകളിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യകൾ മാത്രം, ധർമ്മ അർത്ഥ കാമങ്ങളാകുന്ന ത്രിവർഗം എന്ന് പറയുന്ന 3 പുരുഷാർത്ഥങ്ങൾ നേടാൻ വേണ്ടി മാത്രമുള്ളതായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ശുക്രാചാര്യരുടെ വിദ്യാഭ്യാസം. അതിന്റെ മോഡേൺ വേർഷൻ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം. അപ്പൊ അതല്ല ഭാരതീയമായിട്ടുള്ള വിദ്യാഭ്യാസം. ഭാരതീയ വിദ്യാഭ്യാസം ബൃഹസ്പതിയുടെ വിദ്യാഭ്യാസമാണ്. അത് മറന്ന് ഇപ്പോഴും ശുക്രാചാര്യരെ പിന്തുടരുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ശുക്രാചാര്യരുടെ സിലബസ് തന്നെ പിന്തുടരുന്നു. സമ്മതമാണോ നിങ്ങൾക്കൊക്കെ? അപ്പോ ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുവാണ്, സർവശാസ്ത്രങ്ങളുടെയും ആചാര്യനാണ്. ആ പദ്ധതിയാണ് നമ്മൾ പിന്തുടരേണ്ടിയിരുന്നത്, ആ ദൈവീകമായിട്ടുള്ള പദ്ധതി. അപ്പോഴേ നമുക്ക് ദൈവീ സമ്പത്ത് ഉണ്ടാവുള്ളൂ. ദേവന്മാരുടേതായിട്ടുള്ള മൂല്യങ്ങൾ നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ ബൃഹസ്പതിയുടെ പദ്ധതി നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് ആർഷഭാരത സംസ്കാരം. ആ ആർഷഭാരത സംസ്കാരത്തെ വിട്ട് ശുക്രാചാര്യരുടെ സംസ്കാരമാണ് നമ്മൾ ഇപ്പോഴും തുടരുന്നത്. അപ്പൊ ആ ശുക്രാചാര്യന്റെ സിലബസ് പഠിച്ചത് കൊണ്ട് മഹാബലി പാവം അങ്ങേര് ഈശ്വരൻ ആരാന്ന് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് സ്വയം ഈശ്വരൻ എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഈ മഹാബലി. മഹാബലി വാമനൻ വന്ന് ദാനം ചോദിച്ചതായിട്ടുള്ള സമയത്ത് വാമനനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കുക. അങ്ങ് എന്തൊരു ബാലിശനാണ്, അങ്ങ് എന്നെ പോലൊരു ത്രൈലോക്യ ഈശ്വരന്റെ അടുത്ത് വന്ന് കേവലം 3 അടി മണ്ണോ യാചിക്കുന്നത്? അങ്ങേക്ക് ഒട്ടും വിവരമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് വാമനനെ. മാം വചോബി സമാരാധ്യ ലോകാനാം ഏകമീശ്വരം പദത്രയം വൃണീതേ യോ അബുദ്ധിമാൻ ദീപദാശുഷം. അങ്ങ് ഒരു ദീപം തന്നെ ചോദിച്ചാൽ നൽകാൻ കഴിവുള്ളവനാണ് ഞാൻ. വേണമെങ്കിൽ ജംബൂ ദ്വീപ് ചോദിക്കൂ. അന്നത്തെ ജംബൂ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏഷ്യ വൻകര. ആ ദീപം തന്നെ നൽകാൻ സന്നദ്ധനായിട്ടുള്ള എന്നെ പോലൊരു ദാനശീലന്റെ അടുത്ത് വന്നിട്ട് പദത്രയം വൃണീതേ, 3 അടി മണ്ണോ ചോദിക്കുന്നത്? അതും തൊട്ടു മുമ്പേ ഈ മഹാബലിയെ ഇനി പുകഴ്ത്താൻ ബാക്കിയൊന്നുമില്ല ഈ വാമനൻ. അദ്ദേഹത്തിന്റെ പാരമ്പര്യം മുഴുവൻ പറഞ്ഞിട്ട് അങ്ങ് ആരുടെ മകനാണ്? ആ വിരോചനൻ ഏതാ മുതല് ദാനശീലനായിരുന്നില്ലേ? തന്റെ ആയുസ്സിനെ തന്നെ ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്നപ്പോ കൊടുത്ത ആളല്ലേ തങ്ങളുടെ അച്ഛൻ. അങ്ങയുടെ മുത്തശ്ശൻ പ്രഹ്ലാദനല്ലേ? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തോത്തമനല്ലേ? സത്യസന്ധനും ധർമ്മശീലനും ബ്രഹ്മണ്യനുമായിട്ടുള്ള ആ പ്രഹ്ലാദന്റെ പൗത്രനല്ലേ അങ്ങ്? അങ്ങയുടെ മുത്തശ്ശന്റെ അച്ഛൻ ഹിരണ്യകശിപു ആരായിരുന്നു? ലോകങ്ങളെ മുഴുവൻ വിറപ്പിച്ച എല്ലാവരെയും മൂക്ക് കയറിട്ട് നടത്തിച്ച ആളല്ലേ? അങ്ങനെയുള്ള ആ വംശത്തിൽ പിറന്ന അങ്ങ് തീർച്ചയായിട്ടും ദാനശീലനും സത്യവ്രതനും ഒക്കെയാണെന്ന് എനിക്കറിയാം. വാക്ക് തെറ്റിക്കില്ല എന്നറിയാം. എങ്കിലും എനിക്ക് ആകെ കൂടി അതിനു മുമ്പേ വലിയ പ്രോമിസുകൾ മഹാബലി അങ്ങോട്ട് കൊടുക്കണ്ടേ? എന്താ വേണ്ട ചോദിച്ചോളൂ എന്ന് ബ്ലാങ്ക് ചെക്ക് ആദ്യമേ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഭഗവാൻ വീണ്ടും പറയുന്നത്, എനിക്കിതൊന്നും വേണ്ട, കേവലം ഒരു ബ്രഹ്മചാരിയായിരിക്കുന്ന എനിക്ക് എൻ്റെ ആവശ്യത്തിന് എനിക്ക് ജീവിക്കാൻ, എനിക്ക് തപസ്സനുഷ്ഠിക്കാനുള്ള 3 അടി മണ്ണ് മതി. പക്ഷെ അത് ഒരു കണ്ടീഷനുണ്ട്, മെഷർ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, ഈ മെഷർ കൊണ്ടേ അളക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? എൻ്റെ പാദം കൊണ്ട്
എന്റെ പാദം കൊണ്ട് അളന്നെടുക്കുന്ന 3 അടി ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ കുഞ്ഞു പാദങ്ങളെ കൊണ്ട് ഇയാൾ എത്ര അളന്നെടുക്കാൻ പോണത് എന്ന് നിസാരനായിട്ട് ഭഗവാനെ വാമനനായി പരിഹസിക്കുന്ന ബാലിശൻ, മൂഢൻ, അങ്ങേക്ക് കാര്യം കാണാൻ അറിയില്ല, സ്വാർത്ഥം പ്രതി അബുദോ യഥ, സ്വന്തം കാര്യം കാണുന്നതിൽ വിഡ്ഢിയാണെന്ന് തോന്നുന്നു, വൃദ്ധന്മാരെ പോലെ വലിയ വലിയ സംസാരമൊക്കെ ഉണ്ട്, വായിൽ നാവ് മാത്രം കുറെ നീളമുണ്ട്, തലയ്ക്കകത്തൊന്നും ഇല്ലാതെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച ആ വാക്കുകൾ ഭാഗവതത്തിൽ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കണം നിങ്ങൾ. അതിനാണ് സംസ്കൃതം പഠിക്കേണ്ടത്. നമ്മൾ സംസ്കൃതം പഠിക്കാത്ത ആളുകൾക്ക് ഈ ഇവിടെ സിലബസിൽ ഉണ്ടാക്കി വിടുന്ന മൂഢന്മാരുണ്ടാക്കി വിടുന്ന കഥകളൊക്കെ പഠിച്ച് അതൊക്കെ വിശ്വസിച്ച് അങ്ങനെ ഇരിക്കാം. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ഓണത്തെക്കുറിച്ച് എഴുതിയല്ലോ. മഹാബലി എന്ന ധർമ്മിഷ്ഠനായിട്ടുള്ള ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. ആ വാമനൻ എന്ന് പറഞ്ഞൊരു കള്ളൻ വന്ന് അയാളെ തലയിൽ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പൊട്ട കഥകൾ നമ്മളെ പഠിപ്പിച്ചു. ഇതൊക്കെ തിരുത്തണം. നിങ്ങൾ എങ്ങനെ തിരുത്താൻ പറ്റും? ഒറിജിനൽ വായിക്കണം, മൂലം വായിക്കണം, വ്യക്തമായി വായിക്കണം, അക്ഷരങ്ങൾ മുഴുവൻ വായിക്കണം. അത് വായിച്ചാലേ അറിയുള്ളൂ കഥ. അപ്പൊ ഇത്രയും അഹങ്കാരം പ്രകടിപ്പിച്ച് വാമനനെ പരിഹസിക്കുന്നതായിട്ടുള്ള രംഗം വളരെ വിശദമായിട്ടുണ്ട് അവിടെ. അങ്ങനെയുള്ള ആ വാഗ്ദാനം ചെയ്യുമ്പോഴൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് പ്രലോഭനങ്ങൾ ഒന്നും വേണ്ട, എൻ്റെ ആവശ്യം മാത്രം അങ്ങ് സാധിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചുകൊണ്ട്, ശരി അങ്ങേക്ക് അത് മതിയെങ്കിൽ എന്താപ്പ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുത്തു. മലയാളം വായിച്ചാൽ പോരേ എന്ന് ചോദിക്കുന്നു. ഭാഗവതം മലയാളം വായിച്ചാൽ പോരാ. മലയാളം വായിച്ചാൽ കഥ സാമാന്യം അറിയാന്നേ ഉള്ളൂ. മലയാളത്തിലും പല വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. അത് മലയാളം ഭാഗവതം എഴുത്തച്ഛൻ്റെ തന്നെയാണോ എന്ന് സംശയം പോലും ഉണ്ട്. കാരണം ഭാഷയിൽ വളരെ വ്യത്യാസമുണ്ട്. എഴുത്തച്ഛനേക്കാളും കുറച്ചുകൂടി ഇൻഫീരിയർ ആയിട്ടുള്ളൊരു ഭാഷയാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് ശങ്കിക്കേണ്ടത് എഴുത്തച്ഛൻ്റെതാണോ എന്ന്. അത് മാത്രമല്ല, ഈ മലയാളം ഭാഗവതത്തിലാണ് ഈ അബദ്ധം ചെയ്തത്. ഏതബദ്ധം ചെയ്തത്? ഭഗവാൻ ഈ വാമനൻ മഹാബലിയുടെ തലയിൽ കാല് വെച്ചു എന്ന് പറഞ്ഞത്. നിങ്ങൾ ഒറിജിനൽ ഭാഗവതത്തിലേക്ക് വരൂ, മൂലത്തിൽ എവിടെയും എഴുതിയിട്ടില്ല ഭഗവാൻ മഹാബലിയുടെ തലയിൽ കാല് വെച്ചു എന്നുള്ളത്. മഹാബലി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ തലയിൽ കാല് വെക്കൂ, എന്നെ സത്യസന്ധനാക്കൂ, എന്നെ ധർമ്മശീഷനാക്കൂ, ഞാൻ നരകത്തിൽ പോകാൻ ഇടവരരുത്, എൻ്റെ പിതൃക്കൾക്ക്, എൻ്റെ പിതാമഹന്മാർക്ക് ചീത്തപ്പേരുണ്ടാവരുത്, അതിനൊക്കെ വേണ്ടി എൻ്റെ തലയിൽ കാല് വെക്കൂ എന്ന് പറഞ്ഞ് ഭഗവാന്റെ കാലിൻ്റെ അടിയിൽ ഈ മഹാബലി കൊണ്ട് തല വെക്കുന്നുണ്ട് എന്നല്ലാതെ ഭഗവാൻ അനുഗ്രഹിച്ചു വാക്കുകൾ പറയുന്നതല്ലാതെ അവിടെ കാല് വെച്ചു എന്ന് ഭാഗവതം മൂലത്തില് നിങ്ങൾ ആരെങ്കിലും കണ്ടാ കാണിച്ചു തരണം എനിക്ക്. ഞാൻ ഇത്രയും അരിച്ചു പെറുക്കിയിട്ട് കണ്ടില്ല. മറ്റ് പല പുരാണങ്ങളിലും ഞാൻ നോക്കി ഇതേ കഥയുള്ളിടത്ത്. ഒറിജിനൽ സാൻസ്ക്രിറ്റില് വാമന പുരാണം നോക്കട്ടെ, അല്ലെങ്കിൽ മഹാഭാരതത്തിലുണ്ട് ഈ കഥ. അതുപോലെ മറ്റു പല പുരാണങ്ങളിൽ, വിഷ്ണു പുരാണം, ഇതിലൊക്കെ ഈ കഥയുണ്ട്. അതിലൊന്നും തന്നെ ഭഗവാൻ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതില്ല. അഥവാ ഭഗവാൻ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാബലി ഇങ്ങനെ നിർബന്ധിച്ച് തല കൊണ്ടുപോയി ഭഗവാന്റെ കാലിൻ്റെ അടിയിൽ തിരികിയപ്പോൾ അനുഗ്രഹിച്ചു കാണും. അതിന് നമ്മുടെ പൂർവിക സമ്പ്രദായത്തില് പാദദീക്ഷ, ഗുരുപാദദീക്ഷ, ഈശ്വരന്റെ പാദത്തെ തന്നെയാണ് എല്ലാവരും ആശ്രയിച്ചിട്ടുള്ള ശീലം. അതിനെ നിന്ദ്യമായിട്ടൊരു കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല. കർണാടകയിലും ഈ ഇവരുടെ ഇടയിൽ, ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ഇടയിൽ അവരുടെ ഗുരു തലയിൽ കാല് വെച്ചിട്ടാണ് അനുഗ്രഹിക്കുക. ആ ഗുരു പീഠത്തിലിരിക്കുമ്പോൾ ശിഷ്യഗണങ്ങൾ ചെന്ന് നമസ്കരിച്ച് കുനിഞ്ഞു നിൽക്കും. എന്തിനാ? ഇദ്ദേഹത്തിന്റെ പാദം തലയിൽ കിട്ടാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ പാദം കൊണ്ട് അവര് തലയിൽ വെപ്പിച്ച് അനുഗ്രഹിപ്പിക്കും. നമ്മളിവിടെ കൈകൊണ്ട് അനുഗ്രഹിക്കുന്നതിനോട് അവിടെ പാദദീക്ഷയാണ്. ഗുരുക്കന്മാര് പാദദീക്ഷയാണ് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ ബഹുമാനിക്കുന്ന ആ ഭാരതീയരുടെ മുമ്പില് ഭഗവാൻ ചവിട്ടിത്താഴ്ത്തി എന്ന് ഇല്ലാത്തത് പറഞ്ഞ് ഭഗവാനെ കള്ളനാക്കുന്ന, വഞ്ചകനാക്കുന്ന, ചതിയനാക്കുന്ന കഥയാണ് ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭഗവാൻ ചവിട്ടിയിട്ടുമില്ല, താഴ്ത്തിയിട്ടുമില്ല. മഹാബലി നമസ്കരിച്ച് സമർപ്പിച്ചു. തന്റെ അഹങ്കാരസ്ഥാനമായിട്ടുള്ള ശിരസ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. ഭഗവാൻ കാല് വെച്ചോ അനുഗ്രഹിച്ചോ എന്നുള്ളത് അറിയില്ല. അത് പറഞ്ഞിട്ടില്ല അവിടെ. അത് ഭഗവാന്റെ ഇഷ്ടം, ബലിയുടെ ഇഷ്ടം. അത് അവർ തമ്മിലായി. ബലി ആവശ്യപ്പെട്ട് ഭഗവാൻ തലയിൽ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് എന്താ അതിൽ ഛേദം? എന്നിട്ട് ഭഗവാൻ ചവിട്ടി താഴ്ത്തിയില്ല. ഭഗവാൻ പറഞ്ഞു, നീ സത്യസന്ധനായതുകൊണ്ട്
നീ പറഞ്ഞ വാക്ക് സർവസ്വവും നഷ്ടപ്പെട്ടിട്ട് നീ പാലിച്ചതുകൊണ്ട്, നീ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായതുകൊണ്ട്, പ്രഹ്ലാദന് ഞാൻ മുമ്പേ വാക്ക് കൊടുത്തിട്ടുണ്ട്, നിന്റെ 21 തലമുറയെ ഞാൻ രക്ഷിച്ചു കൊള്ളാമെന്ന്. അതുകൊണ്ടാണ് നീ ഇപ്പോഴും ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത്. ആ പ്രഹ്ലാദന്റെ പൗത്രനാണ് നീ. അതുകൊണ്ട് നീ സുരക്ഷിതനായി സുഖമായി നീ സുതലം എന്ന് പറയുന്ന ലോകത്തിലേക്ക് പോയി താമസിക്കൂ. അവിടെ സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. സ്വർഗിഭിഹി പ്രാർത്ഥിതം. അങ്ങനെയുള്ള സുന്ദരമായ സുതലത്തിൽ ചെന്നിരിക്കൂ, ഞാൻ അവിടെ അങ്ങയുടെ കാവൽക്കാരനായിട്ടുണ്ടാവും എന്ന് വാഗ്ദാനം ചെയ്ത് ഭഗവാൻ ആ സുതലത്തിന്റെ കാവൽക്കാരനായി ഗദാപാണിയായി ഇന്നും നിൽപ്പുണ്ട്. ഇന്നും നിങ്ങൾക്ക് സുതലത്തിലേക്ക് എത്താൻ പറ്റിയാൽ അവിടെ ഭഗവാന്റെ സമ്മതത്തോടു കൂടി വേണം മഹാബലിയെ കാണാൻ. കാരണം മഹാബലി ശക്തനാണ്, ധർമ്മനിഷ്ഠനാണ്, എല്ലാമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ദ്ര പദവിയിലേക്ക് വരാനുള്ള യോഗ്യതയുമുണ്ട്. 100 അശ്വമേധയാഗങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു, അടുത്ത ഇന്ദ്രൻ എന്നുള്ള അപ്പോയിന്റ്മെന്റ് നിനക്ക് ഇതാ പിടിച്ചോ, ഇങ്ങേരുടെ കാലം കഴിയട്ടെ, ഈ ടേം കഴിയുമ്പോൾ ഞാൻ ഇയാളെ ഡിസ്മിസ് ചെയ്ത് നിന്നെ തന്നെ അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ ഈ വൈവസ്വത മന്വന്തരം എന്ന മന്വന്തരം കഴിയുന്നത് വരെ നീ സുതലത്തിൽ താമസിക്കൂ. അടുത്ത സാവർണി മന്വന്തരത്തിൽ ഇന്ദ്ര പദവിയിലേക്ക് നിന്നെ ഇതാ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കണു എന്ന് പ്രഖ്യാപിച്ചു ഭഗവാൻ. അതിനെക്കുറിച്ച് ഭാഗവതത്തിൽ തന്നെ പറയും. ഇനി അടുത്ത സാവർണി മന്വന്തരത്തിൽ ഈ ഇന്ദ്രൻ ഈ സ്ഥാനം വിട്ടൊഴിയാൻ മടിക്കുമ്പോൾ അതേ ഇന്ദ്രനെ ഭഗവാൻ ഡിസ്മിസ് ചെയ്ത് തള്ളിവിട്ട് മഹാബലിയെ അപ്പോയിന്റ് ചെയ്യും. മഹാബലിക്ക് ഭഗവാനെ കണ്ട് സുതലത്തിൽ വസിച്ച ശേഷം അന്ധക്കരണ ശുദ്ധി വന്ന് ഇന്ദ്ര പദവി വേണ്ട എന്നുള്ളൊരവസ്ഥയാവുന്നുണ്ട്. അങ്ങനെ ആയിട്ടും മഹാബലിക്ക് യാതൊരു താല്പര്യമില്ല ഇന്ദ്രനാവാൻ. പക്ഷെ ഭഗവാൻ വാക്കു കൊടുത്തു, അടുത്ത ഇന്ദ്രൻ നീയാണെന്നുള്ളത് കൊണ്ട്. അപ്പൊ പുരന്ദരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇന്ദ്രന്റെ പേര് പുരന്ദരനാണ്. ആ പുരന്ദരൻ സ്ഥാനം വിട്ട് ഒഴിയാൻ തയ്യാറാവില്ല. അപ്പോൾ ഭഗവാൻ പുരന്ദരനെ ഡിസ്മിസ് ചെയ്ത് ബലിയെ ഇൻസ്റ്റാൾ ചെയ്യും, മഹാബലിയെ അവിടേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് ഭാഗവതം പറയുന്നുണ്ട്, ഭാവിയെ കുറിച്ച് പറയുന്നിടത്ത്. അപ്പൊ ഭഗവാൻ അത്ര കരുണാമൂർത്തിയാണ്, ദയാമൂർത്തിയാണ്. ആ ദയ കൊണ്ടാണ് ഭഗവാൻ ഹിരണ്യകശിപുവിനെ കൊന്നതുപോലെ ഒരു നരസിംഹമായിട്ട് വന്നിട്ട് മഹാബലിയെ പിച്ചി ചീന്തിയൊന്നുമില്ല. വളരെ ലാളിത്യത്തോടു കൂടി ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് നിസ്സാരമായിട്ട് ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യം നടത്തി ഭഗവാൻ. ആരെയും ദ്രോഹിച്ചില്ല. മഹാബലിയുടെ അജ്ഞാനം നീക്കി വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. മഹാബലിയുടെ അജ്ഞാനം നീങ്ങാൻ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ എന്ന് അറിയണം. ശുക്രാചാര്യർ പഠിപ്പിക്കാത്ത കാര്യം ഭഗവാൻ പഠിപ്പിച്ചു. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാ കൃതകസ്യ സിദ്ധനം. ഈ പദത്തിന്റെ, ഈ ഒരു വേദമന്ത്രത്തിന്റെ ഒരു വ്യാഖ്യാനമാണ് ഭാഗവത്തില് ഈ വാമനാവതാരം. അപ്പോ ശുക്രാചാര്യരുടെ സിലബസിൽ നിന്ന് പഠിക്കാത്ത കാര്യം ഭഗവാൻ പ്രത്യക്ഷമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ് ത്രിവിക്രമ ആ ലീല. വിശ്വത്തെ മുഴുവൻ തന്റെ ശരീരത്തിൽ കാണിച്ചു കൊടുത്തു. ഭാഗവതം പറയുന്ന ഓരോ വരികളും അവിടെ വർണ്ണിക്കുന്നുണ്ട്. ഭഗവാൻ ആ ത്രിവിക്രമനായി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ മഹാബലി കണ്ടു എന്നാ പറയുന്നത്. എന്ത് കണ്ടു? ഭഗവാന്റെ ശരീരത്തിൽ 14 ലോകങ്ങളും കണ്ടു. ബലിർ ദദർശ എന്നാണ് പല ശ്ലോകങ്ങളുടെ അവസാനം പറയുന്നത്. ആ വിഷ്ണുവിന്റെ ശരീരത്തിൽ ബലിർ ദദർശ, ബലി ദർശിച്ചു, ബലി കണ്ടു. അപ്പൊ ബലി ഇതുവരെ കാണാതിരുന്നത് ഇപ്പൊ കണ്ടു. അപ്പൊ എന്ത് പോയി? ലോകാനാം ഏകമീശ്വരം എന്നുള്ള അഹങ്കാരം പോയി. ലോകത്തിന്റെ ഈശ്വരൻ ഞാനല്ല എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. കാരണം എന്താ വെച്ചാല് ലോകത്തിന്റെ ഈശ്വരനായിരുന്നുവെങ്കിൽ ഭഗവാൻ 3ാമത്തെ അടി എവിടെ വെക്കണം എന്ന് ചോദിക്കുമ്പോ ഒരു ലോകം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണമായിരുന്നു. ഇതാ പിടിച്ചോളൂ, 3ാമത്തെ അടി വെക്കാനായിട്ടുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ പറ്റിയോ മഹാബലിക്ക്? അപ്പൊ ഈ ലോകം ആരാ ഉണ്ടാക്കിയത്? അയാളല്ലേ അതിന്റെ ഈശ്വരൻ, അയാളല്ലേ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ. അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ, അദ്ദേഹത്തിൽ നിന്ന് ആധാരം രജിസ്റ്റർ ചെയ്ത് മേടിക്കാതെ, അദ്ദേഹത്തിൽ നിന്ന് പൊസഷൻ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാതെ ധിക്കാരമായിട്ട് പിടിച്ചടക്കിയാൽ അതിനിവിടെ നമ്മുടെ ഭാരതത്തിലെ കേരളത്തിലൊക്കെ എന്താ ശിക്ഷ? വേറൊരാളുടെ ഭൂമി അയാളുടെ സമ്മതം കൂടാതെ പിടിച്ചെടുത്താൽ. അപ്പൊ ഭഗവാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഈ ലോകം മുഴുവൻ ഭഗവാന്റേതാണ്, ദേവസ്വമാണ്. ആ ദേവസ്വം ഇന്ദ്രനെ ഏൽപ്പിച്ചിരുന്നു ഭഗവാൻ. ആ ഇന്ദ്രനിൽ നിന്ന് ഭഗവാന്റെ സമ്മതം കൂടാതെ തട്ടിയെടുത്തു. അത് ഭഗവാൻ തിരിച്ച് കാണിച്ചു കൊടുത്ത്, അതെ ഇന്ദ്രനെ ഏൽപ്പിച്ചത് ഇന്ദ്രനെ തന്നെ ഏൽപ്പിക്കൂ മര്യാദയ്ക്ക്,
എന്ന് കുട്ടികൾ തമ്മിലുള്ള ശണ്ട തീർക്കും പോലെ ഭഗവാൻ ആ ഒരു ദർശനം കൊടുക്കുകയാണ് അവിടെ ഉണ്ടായത്. അത് മഹാബലിക്ക് മനസ്സിലായി. മഹാബലി ബുദ്ധിമാനാണ്, അദ്ദേഹത്തിന് നല്ലോണം മനസ്സിലായി. അദ്ദേഹം അതൊക്കെ അസുരന്മാരോട് പറയുന്നുണ്ട്. ഭഗവാനെ ആക്രമിക്കാൻ വന്ന മൂഢന്മാരായ ആയുധപാണികളായ അസുരന്മാരോട് മഹാബലി തന്നെ അവിടെ വെച്ച് പറയുന്നത്, എന്ത് വെട്ടിത്തരം നിങ്ങൾ ഈ കാണിക്കുന്നത്? ആരോടാ നിങ്ങൾ ഈ കളിക്കുന്നത്? കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനോടോ? ആ ഭഗവാനല്ലേ എന്നെ ഇത്രയും കാലം ഈ ശക്തനാക്കി ഈ പദവിയിൽ ഇരുത്തിയത്. ഇപ്പൊ ഭഗവാൻ തീരുമാനിച്ചു എന്നെ ഡിസ്മിസ് ചെയ്തിട്ട് ഇന്ദ്രനെ തന്നെ ഏൽപ്പിക്കാൻ. ആ ഭഗവാനോട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ പണിയും നോക്കി പാതാളത്തിലേക്ക് പോകൂ, പാതാളമാണ് അസുരന്മാരുടെ ലോകം, അവിടേക്ക് പോകൂ എന്ന് തന്റെ ഭൃത്യന്മാരായ അസുരന്മാരെ മുഴുവൻ പാതാളത്തിലേക്ക് അയച്ച്, മഹാബലി പാതാളത്തിലേക്ക് അല്ല പോയത്, അതിൽ നിന്നൊക്കെ എത്രയോ ഔന്നത്യത്തിലുള്ളതായിട്ടുള്ള ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത് അല്ലെ. ഒരു 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 എന്താ പറയുക, ഹോളിഡേ വെക്കേഷൻ ആഘോഷിക്കാൻ എന്നതുപോലെ സുതലം എന്ന ലോകത്ത് ഭോഗങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് സുഖമായിട്ട് കഴിയാനാണ് പറഞ്ഞത്. ഒരു വിശ്രമസ്ഥാനമായിരുന്നു സുതലം. ഭഗവാനെ ഭജിച്ചുകൊണ്ട് എല്ലാ ഭോഗങ്ങളും സ്വർഗിഭി പ്രാർത്ഥിതം, സ്വർഗവാസികൾ പോലും ആഗ്രഹിക്കുന്ന ഭോഗങ്ങൾ ഉള്ളതായിട്ടുള്ള ആ സുതലത്തിലേക്കാണ് ഭഗവാൻ മഹാബലിയെ യാത്രയാക്കിയത്. സ്വയം താനും അവിടുത്തെ കാവൽക്കാരനായിട്ട് ഇപ്പോഴും നിൽപ്പുണ്ട് ആ സുതലത്തിൽ. പിന്നീട് ത്രേതായുഗത്തിൽ രാവണൻ ആക്രമിക്കാൻ ചെന്നപ്പോൾ രാവണനെ ഭഗവാൻ ഗത കൊണ്ടെടുത്തൊരു ഏറെറിഞ്ഞ കഥയുണ്ട്. രാവണ ദിഗ്വിജയം കഥ വായിച്ചു നോക്കുക. അപ്പൊ രാവണൻ ലോകത്തോട് പറഞ്ഞു, ഞാൻ എല്ലായിടത്തും ജയിച്ചു എന്ന് നുണ പറഞ്ഞു. വാസ്തവത്തിൽ സുതലം ജയിച്ചിട്ടില്ല. രാവണൻ 3 തോറ്റത്. അത് ഈ മഹാബലിയുടെ സുതലത്തിലും, അത് ഭഗവാൻ വിഷ്ണു തന്നെ കഥ കൊണ്ട് എറിഞ്ഞതുകൊണ്ടും, കാർത്തവീര്യാർജുനന്റെ അടുത്തും ബാലിയുടെ അടുത്തും 3 രാവണൻ തോറ്റ കഥയുണ്ട്. പക്ഷെ ആരോടും പറഞ്ഞില്ല, സൈലന്റ് ആക്കി വെച്ചു. നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ താൻ എല്ലാ ദിക്കും ജയിച്ച കേമനാണ്, ദിഗ്വിജയം നടത്തിയവനാണെന്ന് പറഞ്ഞ് ഘോഷിച്ചു. വാസ്തവത്തിൽ പരാജിതനാണ്, 3 പരാജിതനാണ് രാവണൻ. അപ്പൊ അതിലൊന്ന് സുതലമാണ്. അത് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലും പറയുന്നുണ്ട്. ഓരോരോ ലോകങ്ങളെക്കുറിച്ച് 14 ലോകങ്ങളെക്കുറിച്ചും വർണ്ണിക്കുമ്പോൾ അവിടെ സുതലത്തിൽ മഹാബലി ഇന്നും ഇരിക്കുന്നു. അവിടെ ഭഗവാൻ പാർഷദനായി നിൽക്കുന്നു, കാവൽക്കാരനായി ഗദാപാണിയായി നിൽക്കുന്നു. അവിടേക്ക് രാവണൻ വന്നപ്പോ ഭഗവാൻ ഗദ കൊണ്ടെടുത്ത് എറിഞ്ഞു എന്നത് പഞ്ചമസ്കന്ധത്തിലുണ്ട്. ഇതൊക്കെ ഓരോ പദവും ഭാഗവതത്തിലെ സൂക്ഷ്മമായിട്ട് വായിച്ച് അതിന്റെ അർത്ഥം നല്ലതുപോലെ മനനം ചെയ്താൽ മാത്രമേ എന്താണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ കഥ, മഹാബലിയുടെ കഥ, ഇതൊക്കെ അറിയുള്ളൂ. ഇത് മൂഢജനങ്ങള് ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞാൽ ഒക്കെ കേട്ടിട്ട് പോകും. എന്ത് ചെയ്യാൻ പറ്റും? സംസ്കൃതം അറിയില്ല. അപ്പൊ നമുക്ക് ചിന്തിക്കണം. അത് നമുക്ക് ചിങ്ങമാസത്തിൽ ചിന്തിക്കാം. ഈ കഥകളൊക്കെ എങ്ങനെയാണ് കാണേണ്ടതെന്ന്, ഏത് രീതിയിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കേണ്ടതെന്ന്. ഇന്നത്തെ പല സപ്താഹങ്ങളും വെറും പ്രഹസനങ്ങളായി, യഥാർത്ഥ കഥ പറയാതെ, ഭഗവാന്റെ മഹിമയെ പറയാതെ, ആചാര്യന്മാരെന്ന് പറയുന്ന മൂഢന്മാര് പലരും, മുറി വൈദ്യന്മാര്, അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ചൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും സ്വയം ആചാര്യന്മാരായി കഴിഞ്ഞ് ഭാഗവതവുമായിട്ട് വിൽക്കാൻ ഇറങ്ങും. എന്നിട്ട് വലിയ ഉത്സവമായിട്ട് കാശുണ്ടാക്കി പങ്കിട്ട് ഞങ്ങൾക്ക് ഇത്ര, നിങ്ങൾക്ക് ഇത്ര, സംഘാടകരായിട്ടുള്ള കമ്മിറ്റിക്ക് ഇത്ര, ആചാര്യനായിട്ടുള്ള ഞങ്ങൾക്ക് ഇത്ര എന്ന് പറഞ്ഞ് പങ്കും വെച്ച് പോകുന്നതായിട്ടുള്ള ആളുകൾ ധാരാളം ഉണ്ടെന്ന്. സപ്താഹം വെറും ഒരു പ്രഹസനമായിട്ട്, യഥാർത്ഥത്തിൽ ഭഗവാന്റെ മഹിമ പറയാനാണ് ഭാഗവത സപ്താഹം നടത്തേണ്ടത്. അതിനു പകരം ഭഗവാനെ യഥാർത്ഥത്തിൽ അറിയാതെ നിന്ദിച്ചുകൊണ്ട് പലതും പറയുന്ന മൂഢജനങ്ങളെ നമ്മൾ നിത്യവും കാണുന്നുണ്ട്. ഇപ്പോ പല വലിയ വലിയ ആൾക്കാർ, ലോക പ്രശസ്ത ഭാഗവത ആചാര്യന്മാരുടെയൊക്കെ ഭാഗവത പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് എവിടേക്കാ ദേഷ്യം വരണമെന്ന് അറിയില്ല. കാരണം അത്ര വിഡ്ഢിത്തരങ്ങളാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭഗവാനെ കുറിച്ച് നിന്ദാപരമായിട്ടുള്ള പല പ്രസ്താവനകളും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു. ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. കാരണം അത് ഭഗവാനെ അറിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അപ്പോൾ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ ഒരു ലീലയാണ് വാമനാവതാര ലീല. ത്രിവിക്രമനായി ലോകം മുഴുവൻ തന്നിലാണെന്നുള്ള വിശ്വരൂപം ദർശനം മഹാബലിക്ക് കാണിച്ചു കൊടുത്ത് മഹാബലിയുടെ അജ്ഞാനത്തെ നീക്കി അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്ത കഥയാണ് വാമനാവതാര കഥ. അപ്പോ നഗവിദ് അനുജ എന്നുള്ള കഥയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം. ഇന്ദ്രന് അഭയം കൊടുത്തതും ഇന്ദ്രന്റെ സ്ഥാനം തിരിച്ചു കൊടുത്തതും മഹാബലിയുടെ അഹങ്കാരത്തെ നീക്കിയതും ഈശാവാസ്യം ഇതം സർവം എന്ന ദർശനം കൊടുത്തതും, ആ ദർശനം നമുക്കുണ്ടാവണം വാമനമൂർത്തിയെ ആലോചിക്കുമ്പോൾ. അതാണ് നമ്മുടെ ഓണത്തിന്റെ തത്വം. നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ
ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന പരമാർത്ഥം അറിഞ്ഞുകൊണ്ട് എങ്ങനെ ജീവിക്കണം? തേന തെക്തേന ഭുഞ്ചീതാഹ മാ കൃതകസ്യ സിദ്ധനം. നമ്മുടെ കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുത്തുകൊണ്ട് ജീവിക്കലാണ് ഓണത്തിന്റെ സന്ദേശം. ആ പങ്കിട്ട് കൊടുക്കലാണ്. അത് എപ്പോഴേ സാധിക്കുള്ളൂ എല്ലാം പങ്കിട്ട് കൊടുക്കാൻ? ഈശാവാസ്യം ഇതം സർവം എന്ന അറിവുണ്ടാകുമ്പോഴാണ്. ആ ദർശനം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഓണമായിട്ട്, വാമന ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടത്. അല്ലാതെ മഹാബലിയുടെ ആഗമനമേ അല്ല ഓണം. മഹാബലി കേരളം കണ്ടിട്ട് പോലുമില്ല. കേരളത്തിലേക്ക് വരണമെന്ന് ഇന്ന് വരെ അങ്ങേരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി അഥവാ ഇന്നിപ്പോ കേരളത്തെ കണ്ട വരണ്ടെന്നും പറയും. കഥ വായിക്കും നിങ്ങൾ. മഹാബലി ഉള്ളപ്പോ കേരളം ഇല്ല. പരശുരാമനല്ലേ കേരളം ഉണ്ടാക്കിയത്. ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കാത്ത മൂഢന്മാര് ആരെങ്കിലും എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞാൽ അതിനെ വെള്ളം തൊടാതെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന വിഡ്ഢികള്. ചിന്തിക്കുക. തൽക്കാലം 2 നാമം ഇവിടെ നിൽക്കട്ടെ. ഉദ്ധൃത നഗഭിധനുജ ധനുജ കുലാമിത്ര മിത്ര ശശി ദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതി രസ്കാരഃ. നാളെ ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് രണ്ട് നാമങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. തൽക്കാലം വളരെയധികം സമയം എടുത്തു. കാരണം 2 വലിയ കഥകളുടെ സൂചനകൾ തരാൻ വേണ്ടിയിട്ടായിരുന്നു. പാലാഴി മദനം, ഗോവർദ്ധനോദ്ധാരണം, ഇപ്പതാ വാമനാവതാരം. 3 കഥ പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ എടുത്തു. സാരമില്ല. ഇന്ന് 10:30 ശിവഭുജംഗവുമായിട്ട് നമുക്ക് കാണാം. ഹരിയോം. എല്ലാവർക്കും ശുഭദിനാശംസകൾ.